ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर की पवित्र नाम की स्तुति हो. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ പാദപീഠത്തിൽ കടന്നു വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും കരുണാസമ്പന്നനായ ദൈവം അനുഗ്രഹിക്കട്ടെ. इस रात में परमेश्वर के पांव की चौकी के पास आए हुए आप सब लोगों को परमेश्वर आशीष करे. നമ്മുടെ മീറ്റിംഗിന്റെ രണ്ടാം രാത്രിയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. हमारे इस मीटिंग की श्रृंखलाओं के दूसरे रात के दिन हम यहाँ आ पहुंचे हैं. ഈ രാത്രിയിൽ നമ്മെ അനുഗ്രഹിപ്പാൻ അദൃശ്യ ദൂതഗണങ്ങളുമായി നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യ എഴുന്നള്ളിയിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. इस रात के समय में परमेश्वर हमारा 1000 दूतों के साथ हमारे बीच में हमें आके आशीष करता है, इसलिए हम उसकी तारीफ करेंगे. രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ കടന്നു വരാമെന്നുള്ള വാഗ്ദത്ത പ്രകാരം ഉയർത്തുവന്ന യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ പന്തലിൽ നിറഞ്ഞു നിൽക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുക. 2 या 3 लोग मेरे नाम से इकट्ठा होते हैं, उनके बीच में मैं आता हूं. उस जी उठे यीशु मसीह के नाम से हम उसका धन्यवाद करेंगे. ഈ രാത്രിയിൽ കർത്താവിന്റെ സാന്നിധ്യം തുടർന്നും നമ്മുടെ മധ്യേ ഉണ്ടാകട്ടെ. इस रात की शुरुआत से लेके इस मीटिंग की शुरुआत से लेके परमेश्वर की हजूरी हमारे साथ होना ദൈവ चाहिए. സാന്നിധ്യം നമ്മുടെ മധ്യേ ഉണ്ടാകുമ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത തരും. और परमेश्वर ने मूसा से इस प्रकार कहा, मेरी हजूरी तुम्हारे साथ जाएगी और मैं तुझे विश्राम दूंगा. ആ വാഗ്ദത്ത പ്രകാരമാണ് മോശ ഏറെക്കുറെ 22 ലക്ഷത്തോളം ജനത്തെ വിതയും കൊയ്ത്തുമില്ലാത്ത മരുഭൂമിയിൽ ജയകരമായി നടത്തിക്കൊണ്ടുപോയത്. और उसी प्रतिज्ञा के अनुसार मूसा ने 22 लाख लोगों को जहाँ पे बीज भी नहीं, जहाँ पे वर्षा भी नहीं, ऐसे जगह में उनको ले चला. ഭക്തനായ ദാവീദ് അതിനെക്കുറിച്ച് പാടിയിരിക്കുന്നത്, ദൈവമേ നിന്റെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പരിപൂർണതയുണ്ടെന്നാണ്. और दाऊद उसके बारे में इस प्रकार कहता है, इस प्रकार गीत गाता है, हे प्रभु तेरी हजूरी में आनंद है. മറ്റൊരു പ്രവാചകൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, യഹോവയുടെ സന്നിധിയിൽ പർവ്വതം മെഴുകുപോലെ ഉരുകിപ്പോകുമെന്നാണ്. दूसरा भविष्यवक्ता उसके बारे में इस प्रकार कहता है कि तेरे हजूरी में पर्वत मोम के समान पिघल के नीचे गिर जाएगा. ഇനി മറ്റൊരുവൻ പറയുന്നു, യഹോവയുടെ സന്നിധിയിൽ ദുഷ്ടൻ മൗനമായിരിക്കും. एक और व्यक्ति इस प्रकार कहता है कि दुश्मन परमेश्वर की हजूरी में बहुत ही शांत दिखाई देता है. ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ. परमेश्वर की हजूरी हमारे बीच में दिखाई ഒരു देना നിമിഷം चाहिए. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. एक क्षण के लिए हम अपनी आंखों को बंद करें. കഴിയുന്നിടത്തോളം എല്ലാവരും ദയവായി ഒരു സെക്കൻഡ് മുഴങ്കാൽമേലിരുന്നാണ്. जितना हो सके सब लोग घुटनों में थोड़ी देर बैठ जाएं. കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് ആത്മാവിൽ ഈ രാത്രി അനുഭവിച്ചറിയണം. परमेश्वर की हजूरी आत्मा में हम महसूस करना चाहिए. ആ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തെ ഉണർത്തട്ടെ. और वो हजूरी हमारे हृदय को जगाना चाहिए. ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് സ്വസ്ഥത തരണം. परमेश्वर की हजूरी हमको विश्राम देना चाहिए. ദൈവ സാന്നിധ്യം നമ്മുടെ മനസ്സിന് ആനന്ദം നൽകണം. परमेश्वर की हजूरी हमें एक शांति देना ദൈവ चाहिए. സാന്നിധ്യത്താൽ പർവ്വതം പോലെയുള്ള നമ്മുടെ പ്രതിസന്ധികൾ മെഴുകുപോലെ ഉരുകിപ്പോകണം. परमेश्वर की हजूरी होने के कारण हमारे दुश्मन जो पहाड़ के समान है वो मोम के समान पिघल जाना चाहिए. നമ്മെ കുറ്റം വിധിച്ച് നമ്മുടെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തുന്ന ദുഷ്ടന്റെ അധരം ദൈവം അടച്ചു കളയണം. इस रात के समय में हमारे शांति भंग करने वाला हमारा दुश्मन वो जलाना चाहिए. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. एक क्षण के लिए हम अपनी आंखों को बंद നമുക്ക് करें. നമ്മുടെ കർത്താവായ യേശുവിന്റെ മുഖം ധ്യാനിക്കാം. हम अपने प्रभु यीशु मसीह के चेहरे पे ध्यान करें. പുറമേയുള്ള കണ്ണുകൾ അടച്ച് യേശുവിന്റെ മുഖം ഒരു നിമിഷം ധ്യാനിച്ചാൽ आप अपने शारीरिक आंखों को बंद करें. 1 सेकंड के लिए हम यीशु मसीह के चेहरे पे ध्यान യോഹന്നാൻ करें. യേശുവിനെ കണ്ടിട്ട് പറയുന്നു, അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുമ്പോൾ ഇരിക്കുന്നു. यूहन्ना उसके चेहरे को देख के कहता है कि उसका चेहरा सूर्य के समान चमकता है. അവന്റെ തലയും തലമുടിനാരും ഹിമം പോലെ വെളുത്തിരിക്കുന്നു. उसके बाल श्वेत के समान है. അവന്റെ കാലുകൾ വെള്ളോടിന് സദൃശ്യമാണ്. और उसके पांव उजले दिखाई पड़ते हैं. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയാണ്. और उसके शब्द कई पानी के समान है. അവന്റെ കണ്ണുകൾ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളാണ്. और उसकी आंखें अग्नि ज्वाला के समान है. അവൻ മാറത്ത് പൊൻകച്ച കെട്ടിയ ഒരു പുരോഹിതനെ പോലെ നിലവിളക്കുകൾക്കിടയിൽ നടക്കുകയാണ്. और वो एक पुरोहित के समान दीप के बीच
बीच में चलता है പുകയുന്ന തിരികളൊക്കെ കത്തിക്കേണ്ടതിനാണ് അവൻ അവിടേക്ക് വന്നിരിക്കുന്നത്. और वो जलते हुए दियों को सब जलाने के लिए वो ഒരു वहां आता നിമിഷം है। യേശുവിന്റെ മുഖം ധ്യാനിച്ചാട്ട് यीशु के चेहरे पे ध्यान करें। പുറമേയുള്ള കണ്ണുകൾ നമുക്ക് അടയ്ക്കാം. आप अपने बाहरी शारीरिक आंखों को बंद യേശുവേ, करें। അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് എന്റെ ഹൃദയം നിറയ്ക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചാൽ, हे यीशु, अपने हजूरी के द्वारा मेरे हृदय को भर दे, इस प्रकार प्रार्थना करें। യേശുവേ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ പന്തൽ നിറയ്ക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചാൽ, हे यीशु, अपने हजूरी से इस पंडाल को भर दे, ऐसा प्रार्थना करें। യേശുവേ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഈ പട്ടണത്തെ നിറയ്ക്കണമേ എന്ന് ഒരു നിമിഷം നമുക്ക് हे പ്രാർത്ഥിക്കാം. यीशु, अपने हजूरी से इस नगर को भर दे, इस प्रकार प्रार्थना करें। എല്ലാവരും പ്രാർത്ഥിച്ചാൽ, सब लोग प्रार्थना करें। നീതിയുള്ള ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, धर्मी मेरा परमेश्वर, ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലേക്ക് വരികയാണ്. हम आपके पांव के चौकी के पास അങ്ങയുടെ आए हैं। ഏകജാതനായ പുത്രനെ ഞങ്ങൾക്ക് തന്നുവെങ്കിൽ आपने अपना इकलौता पुत्र हमको दे दिया, അതോടുകൂടെ ഞങ്ങൾക്ക് സകലതും തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, और उसी के साथ आप सब कुछ हमें दे देंगे, ये हम विश्वास करते हैं पिता। അവിടുന്ന് അകൃത്യം ഗണ്യമാക്കിയാൽ ആർക്കും തിരുമുമ്പിൽ നിൽപ്പാൻ സാധ്യമല്ല. आप वहाँ बाड़ा बांधने से कोई भी उसके सामने खड़ा नहीं रह सकता। ഞങ്ങൾ അവിശ്വസ്തരെങ്കിലും അങ്ങ് വിശ്വസ്തനാണ് കർത്താവേ. हम अब विश्वास नहीं हैं, लेकिन आप तो विश्वास योग्य हैं। ഞങ്ങൾ ഏറ്റവും ബലഹീനരെങ്കിലും അങ്ങ് ശക്തനായ ദൈവമാണ് हम കർത്താവേ. तो बहुत ही कमजोर हैं, लेकिन आप तो बहुत शक्तिमान परमेश्वर ഞങ്ങൾ हैं। പാതാളവാതിലോളം താണുപോയെങ്കിലും അങ്ങ് സിയോനിലെ രാജാവാണ് കർത്താവേ. हम तो पाताल तक चले गए, लेकिन फिर भी आपने सिय्योन का राजा होके ठहराया അങ്ങ് है। ജീവിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. आप जीवित हैं, इसीलिए हम भी जीवित हैं അങ്ങ് प्रभु। ജീവിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. आप जीवित हैं प्रभु, इसीलिए इसी അങ്ങ് कारण हम भी जीवित ജീവിക്കുന്നതുകൊണ്ടാണ് हैं। ഞങ്ങൾ ജീവിക്കുന്നത്. आप जीवित हैं, इसीलिए हम भी जीवित हैं അങ്ങയുടെ प्रभु। സാന്നിധ്യം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയട്ടെ. आपकी हजूरी हमारे हृदय को भर देने അങ്ങയുടെ दे। സാന്നിധ്യം ഞങ്ങളുടെ പന്തലിൽ നിറയട്ടെ. आपकी हजूरी हमारे पंडाल को भर देने അങ്ങയുടെ दे। സാന്നിധ്യം ഈ പട്ടണത്തിൽ നിറയട്ടെ. आपकी हजूरी इस नगर को भर देने दे। എല്ലാ പർവ്വതങ്ങളും മെഴുകുപോലെ ഉരുകട്ടെ. सारे पहाड़ मोम के समान पिघल जाने दे। എല്ലാ സത്താന്റെ അധരങ്ങളും യേശുവിന്റെ നാമത്തിൽ അടഞ്ഞു പോകട്ടെ. सारी शैतान की चालाकियां यीशु मसीह के नाम से नाश होने दे। ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു കർത്താവേ. हम आपसे विनती करते हैं അങ്ങേ पिता, അവിടുന്ന് അങ്ങനെ ചെയ്യും. आप हमारे लिए ऐसा ही करेंगे। യേശുവിന്റെ നാമത്തിൽ തന്നെ. यीशु मसीह के नाम से मांगते हैं, ആമേൻ. आमीन। എല്ലാവരും ഇരുന്നാണ്. सब लोग बैठ जाइए। ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर के पवित्र नाम की स्तुति हो। കർത്താവിന്റെ പാദപീഠത്തിൽ കടന്നു വന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. परमेश्वर की हजूरी में जो लोग आए हैं, आप सबको परमेश्वर आशीष करे। നമ്മളൊരു അവസാന കാലഘട്ടത്തിലേക്ക് വന്നെത്തിയിരിക്കുക. हम अंतिम दिनों में आ पहुंचे हैं। ലോക സംഭവങ്ങളൊക്കെയും നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുക. जितने भी बातें हम संसार में देखते हैं, वो सारी बातों को देखने से हमारा यीशु मसीह का आगमन निकट है। ലോകത്തിൽ എവിടേക്ക് നോക്കിയാലും മനുഷ്യൻ ഇന്ന് സമാധാനമില്ല. संसार में जहाँ कहीं भी देख लीजिए, किसी भी मनुष्य को शांति नहीं है। സമ്പൽ സമൃദ്ധമായ രാജ്യങ്ങളിലും ദാരിദ്ര്യം പിടിച്ച രാജ്യങ്ങളിലും ഒക്കെ മനുഷ്യൻ ഇന്ന് സമാധാനമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുക. चाहे वो धनी राज्य हो या गरीब राज्य हो, किसी भी मनुष्य को शांति के बिना वो इधर उधर भागता फिर रहा है। നമ്മളൊരു അവസാന നിമിഷത്തിലേക്ക് വന്നെത്തി ദൈവമക്കളെ. हम आखिरी क्षणों में आ पहुंचे हैं मेरे प्रिय भाइयों बहनों। സ്വർഗത്തിൽ ചില ഒരുക്കങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുക. स्वर्ग में कुछ तैयारियां लगातार चल रही हैं। നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയി നോക്കിയാൽ അവിടെ വിശുദ്ധ സഭയ്ക്കായി ഒരു നിവാസത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുക. आप स्वर्ग में जाके देखने से वहाँ पे पवित्र सभा के लिए एक नियुक्त स्थान तैयार किया जा रहा है। അതുപോലെ ദൈവം ന്യായവിധിക്കായി സ്വർഗത്തിൽ ഒരു സിംഹാസനം ഒരുക്കിക്കൊണ്ടിരിക്കുക. और उसी लिए एक न्याय के लिए एक सिंहासन को परमेश्वर तैयार कर रहा है। ഇതുപോലെ യേശുവിനോടുകൂടെ വരുവാൻ സ്വർഗം നിയോഗിച്ച ദൂതന്മാർ കാഹള ഊതുവാൻ ഒരുക്കമായിരിക്കുക. और उसी के साथ परमेश्वर ने जो दूतों को ठहराया है, वो तुरही फूकने के लिए तैयार बैठे हैं। ദൈവത്തിന്റെ ക്രോധത്തിന്റെ അഗ്നി ഭൂമിയിൽ പതിക്കേണ്ടതിന് അതിന് നിയോഗിച്ച ദൂതന്മാർ കാഹള ഊതുവാനും കലശം ഒഴിക്കുവാനും തയ്യാറായിരിക്കുക. और परमेश्वर का क्रोध जो भूमि के ऊपर आने वाला है, उसके लिए वो तुरही को फूकने के लिए और अपने गड़े को उंडेलने जा रहा है। ഭൂമിയിലേക്ക് നാം ഒരു നിമിഷം കണ്ണോടിച്ചു നോക്കിയാൽ हम संसार में एक क्षण के लिए अगर अपना आंखों को उलट के देखें, तब ഈ क्या ഭൂമിയിലും ചില വലിയ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. इस संसार में भी कई प्रकार की तैयारियां चल रही हैं। മെസ്സിഹ എപ്പോൾ മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷയോടെ വിശുദ്ധ സഭ മെസ്സിഹായുടെ ആഗമനത്തിനായി പ്രതീക്ഷിച്ച് ഒരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. मसीह कब आएगा, इस चीज का इंतजार करते हुए कलीसिया उसके लिए बहुत ही बेदारी से इंतजार कर रही है। സമ്പൽ സമർത്ഥമായ രാഷ്ട്രങ്ങളൊക്കെയും ഒരു ഭയാനകമായ യുദ്ധത്തിനായി
അവരുടെ ആയുധപ്പുരകൾ കൂട്ടിക്കൊണ്ടിരിക്കുക. और सारे धनी राष्ट्र एक युद्ध के लिए वो अपने लोगों को तैयार कर रहा है. മുഴു ലോകത്തെയും ഭരിക്കേണ്ടതിന് വഞ്ചകനായ എതിർക്രിസ്തു അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടേയിരിക്കുക. पूरे संसार को राज्य करने के लिए मसीह विरोधी एक जगह में तैयार हो रहा है. മനുഷ്യനെ ഏകീകരിക്കേണ്ടതിന് 666 എന്ന മുദ്ര കൈമേലോ നെറ്റിമേലോ കുത്തേണ്ടതിന് മൈക്രോ ചിപ്പുമായി ശാസ്ത്രലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുക. मनुष्य को अपनी तरफ इकट्ठा करने के लिए वो 666 की मोहर लेके उसके माथे पे या उसके हाथ में लगाने के लिए माइक्रोचिप नाम की चीज के साथ वो तैयार खड़ा ഒരു है. കാലത്ത് ലോകത്തിൽ ചെതറിപ്പോയ യഹൂദൻ സ്വദേശത്തേക്ക് വന്നിട്ട് ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊരു സംഘടന രൂപീകരിച്ച് അവന്റെ ആലയത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. एक बार जो यहूदी परमेश्वर से दूर हो गया वो टेम्पल की एक संस्था तैयार करके वो इस बात के लिए वो भी तैयार होता है. 48 മണിക്കൂർ കൊണ്ട് മഹാനായ സോളമൻ പണി കഴിപ്പിച്ചതുപോലുള്ള ആലയം ഞങ്ങൾ പണിയുമെന്ന് പറഞ്ഞ് യഹൂദന്മാർ അതിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. 48 घंटे के अंदर जिस प्रकार सुलेमान ने वो मंदिर को बनाया उसी प्रकार हम भी बनाएंगे करके यहूदी लोग तैयार खड़े हैं. ലോകത്തിൽ എവിടെ നോക്കിയാലും ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് ലോകം ഒഴുകിക്കൊണ്ടിരിക്കുക. संसार में जहाँ कहीं भी देखें हम विरोध करते हुए हम लोगों को हम उस प्रकार जाते हुए देखते हैं. ആകാശത്തിന്റെ ശക്തികൾ ഇളകി തുടങ്ങി. आकाश की सारी शक्तियां हिलाई जाती हैं. മനുഷ്യനൊരു വലിയ വ്യാകുലപ്പെട്ട അവസ്ഥയിലാണ് മുൻപോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. और मनुष्य भी एक बहुत ही व्याकुल रीति से आगे की तरफ दौड़ता जा रहा है. ഭൂമിയെ 156 പ്രാവശ്യം ചുട്ടരിക്കാൻ ശേഷിയുള്ള ആറ്റമിക് ആയുധങ്ങളാണ് അമേരിക്കയുടെ ആയുധപ്പുരകളിൽ ഇരിക്കുന്നത്. और अमेरिका के पास जो हथियार रखे हैं इस संसार को 185 बार उसको जला के राख कर देने की क्षमता रखने वाला हथियार है. അവർ മുഴു ലോകത്തോടും സമാധാനം പറയുമ്പോഴും അവരുടെ ആയുധപ്പുരകൾ പുതിയ പുതിയ ആയുധങ്ങൾ ഒരുക്കിക്കൊണ്ടേയിരിക്കുക. वो संसार को शांति की बातें करते समय उसी समय में अपने हथियारों को भी लगातार तैयार करते ലോകം हैं. ഏകീകരിച്ച് ഭരിക്കേണ്ടതിനായി മുഴു ലോകത്തെയും ഭരിക്കുവാൻ ദുഷ്ടനായ ഒരു സ്വേച്ഛാധിപതിയായ എതിർക്രിസ്തു രംഗം പ്രവേശനം ചെയ്യാറായി. और सारे संसार को इकट्ठा करके जो मसीह विरोधी है वो राज्य करने के लिए वो अपने आप को भी तैयार करता जाता है. സ്വർഗത്തിൽ ചില ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. स्वर्ग में कुछ तैयारियां चलती जा रही हैं. ഭൂമിയിൽ ചില ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. और इस संसार में भी कुछ तैयारियां चल നമ്മുടെ रही हैं. യേശു എന്താണ് നമ്മളോട് പറഞ്ഞത്? हमारे यीशु मसीह ने हमसे क्या कहा? ഇതൊക്കെയും കാണുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. ये सब जब तुम देखो तब तुम ये जान लो कि तुम्हारे छुटकारे का दिन निकट आ गया है. ബൈബിൾ പറഞ്ഞ സംഭവങ്ങളൊക്കെയും ഈ തലമുറ കണ്ടുകൊണ്ടിരിക്കുക. पवित्र शास्त्र में बोली गई सारी बातें इस समय की पीढ़ी देखती आ रही ആകയാൽ है. യേശുവിന്റെ വരവിനായി നമുക്കൊരുങ്ങാം. इसीलिए यीशु मसीह के आगमन के लिए हम अपने आप को तैयार സ്വർഗ്ഗം करें. നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. स्वर्ग आप सबको सहायता करे. കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്ന തിരുവെഴുത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. पिछले रात को हम ध्यान करने वाले वचन की ओर एक बार फिर से हम ध्यान करेंगे. നമ്മുടെ ചിന്താവിഷയം മനുഷ്യന് എങ്ങനെ ദൈവത്തിങ്കിലേക്ക് പോയി ചേരാം. हमारे ध्यान करने वाली बात यही थी किस प्रकार एक मनुष्य परमेश्वर के पास वापस लौट आएगा. പാപം ചെയ്ത് പരദീസ നഷ്ടപ്പെട്ട ശാപയോഗ്യനായ മനുഷ്യന് എങ്ങനെ അവന്റെ സൃഷ്ടാവിങ്കൽ തിരികെ പോയി ചേരാം. पाप करके जिसने परदेशिया को नष्ट कर दिया वो किस प्रकार अपने परमेश्वर के पास वापस लौट आ सकता है. മനുഷ്യന്റെ പ്രാപ്തി കൊണ്ടോ ശാസ്ത്രീയ കണ്ടുപിടുത്തം കൊണ്ടോ ഒരു മനുഷ്യന്റെ ആത്മാവിന് ദൈവത്തിങ്കൽ പോയി ചേരാൻ ഒക്കുമോ? मनुष्य के सामर्थ्य से या उसने जो ढूंढ निकाले हुए आविष्कार से क्या वो मनुष्य परमेश्वर के पास तक पहुंच सकता है? ഇല്ല സ്നേഹിതരെ, ഒരിക്കലും സാധ്യമല്ല. नहीं प्रिय भाइयों और बहनों, वो कभी भी इस प्रकार नहीं कर सकता. കഴിഞ്ഞ രാത്രിയിൽ നാം തിരുവെഴുത്തിൽ കൂടെ അതിന്റെ ചില രൂപരേഖകൾ ചിന്തിച്ചു. और पिछले दिन रात में भी हमने कुछ बातों को इसके लिए सीखा था. BC 6 ശതകത്തിൽ ജീവിച്ച പ്രവാചകനായ ഇരമ്യാവിന്റെ ഒരു വാക്കായിരുന്നു നമ്മുടെ ചിന്താവിഷയം. और BC 600 साल पहले जो यिर्मयाह भविष्यवक्ता था उसने जिस प्रकार कहा उस बातों पे हमने कल रात में ध्यान किया था. പ്രവാചകനായ ഇരമ്യാവ് പറയുന്നു, നീ മടങ്ങി വരിക, ഞാൻ നിന്നെ കൈക്കൊണ്ട് നിന്നെ എന്റെ മുൻപിൽ നിൽക്കുവാൻ യോഗ്യനാക്കി തീർക്കാം. भविष्यवक्ता यिर्मयाह इस प्रकार कहता है कि तुम लौट आओ, मैं तुम्हें परमेश्वर के सामने खड़ा करने के योग्य बनाऊंगा. ഇരമ്യാ പ്രവചനം 15 അധ്യായം അതിന്റെ 19 വാക്യമായിരുന്നു നമ്മുടെ പഠന വിഷയം. यिर्मयाह 15
15 का 19 वचन हम पढ़ रहे थे और उस पे ध्यान कर रहे थे। യിരെമ്യാവ് പറയുന്നു, മടങ്ങി വരിക, മടങ്ങി വരിക. यिर्मयाह इस प्रकार कहता है कि तुम लौट आओ, तुम നമുക്ക് लौट आओ। എങ്ങനെ ദൈവത്തിങ്കിലേക്ക് പോയി ചേരാം? हम किस प्रकार परमेश्वर के पास वापस लौट सकते ഇന്ന് हैं? ലോകത്തിൽ ഒരുപാട് മതങ്ങളുണ്ട്, इस संसार में कई प्रकार के धर्म हैं ഒരുപാട് മതഗ്രന്ഥങ്ങളുണ്ട്, और कई प्रकार के धर्म की किताबें हैं ഒരുപാട് മതപണ്ഡിതന്മാരുണ്ട്. और कई प्रकार के धर्म के पंडित लोग हैं। അവരെല്ലാവരും മനുഷ്യരോട് സൃഷ്ടാവിങ്കിലേക്ക് പോകുവാനാണ് ആവശ്യപ്പെടുന്നത്. वो सब लोग संसार से यही कहते हैं कि वो परमेश्वर के पास वापस लौट के आए। മനുഷ്യന്റെ ആയുസ് ഭൂമിയിൽ എണ്ണപ്പെട്ടതാണ്. एक मनुष्य का जो जीवन है वो संसार में गिना हुआ है। അവനൊരു വഴിയാത്രക്കാരൻ മാത്രമാണ്. हम सिर्फ एक मुसाफिर के समान हैं। അവന് സ്വർഗം നിയോഗിച്ച ആയുസ് തീരുമ്പോൾ അവൻ ഈ ഭൂമിയിൽ നിന്ന് പോയി കളയും. परमेश्वर ने नियुक्त किया हुआ समय जब उसका पूरा हो जाएगा तो वो इस संसार से चला जाएगा। ദൈവം വിശുദ്ധി കൊണ്ടും നീതി കൊണ്ടും ഉന്നതനാണ്. लेकिन परमेश्वर धर्म से और पवित्रताई से वो महान है। മനുഷ്യൻ പാപം കൊണ്ടും അതിക്രമം കൊണ്ടും ഏറ്റവും താണവനാണ്. और मनुष्य पाप और घृणित बातों से वो सबसे नीचे हिस्से में दिखाई ഈ पड़ता है। വിശുദ്ധനും നീതിമാനുമായ ദൈവത്തിന്റെ അടുക്കൽ അധർമ്മിയും പാപിയുമായ ഒരു മനുഷ്യൻ എങ്ങനെ ചെന്ന് ചേരും? ये धर्मी और पवित्र परमेश्वर के पास किस प्रकार एक अधर्मी और नीच मनुष्य कैसे पहुंचेगा? മനുഷ്യന്റെ ധർമ്മ പ്രവൃത്തി കൊണ്ട് അവിടെ എത്തിച്ചേരാമോ? क्या मनुष्य के धर्मी काम से वो वहां जा पहुंच सकता है? അങ്ങനെയാണെങ്കിൽ ധർമ്മപ്രവൃത്തി ചെയ്യുവാൻ ശേഷിയുള്ള സമ്പന്നർ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. क्या अगर ऐसा है कि जो धर्मी करने के लिए बाकी हैं या जो पूरा कर सकते हैं वही वहां पहुंच सकते हैं? ഇല്ല, ഒരിക്കലും മനുഷ്യന്റെ ധർമ്മപ്രവൃത്തി അവനെ അവിടെ എത്തിക്കുന്നില്ല. नहीं भाई, ऐसा नहीं है, क्योंकि कभी भी धर्म उसको वहां तक पहुंचा नहीं എങ്കിൽ सकता। പോലും ഭൂമിയിൽ അവന്റെ ധർമ്മങ്ങൾ അവൻ നിവർത്തിച്ചേ ജീവിക്കാവൂ. लेकिन इस संसार में रहते समय वो अपने धर्म को पूरा करना जरूरी है। നമ്മുടെ കർത്താവായ യേശു ഭൂമിയിൽ ഇരിക്കുമ്പോൾ हमारा प्रभु यीशु मसीह जब इस संसार में था, യേശു ഒരിക്കൽ പറഞ്ഞു, यीशु मसीह ने एक बार ऐसा कहा, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. मैं ही मार्ग, जीवन और सच्चाई हूँ। ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. मैं ही मार्ग, जीवन और सच्चाई हूँ। എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ പോകുന്നില്ല. और मेरे अलावा कोई भी परमेश्वर के पास तक जा नहीं सकता। പിതാവിന്റെ അടുക്കലേക്ക് പോകുവാനുള്ള ഏക വഴി കർത്താവായ യേശുവാണ്. इसलिए परमेश्वर के पास जाने का एकमात्र रास्ता वो यीशु मसीह है। കഴിഞ്ഞ രാത്രിയിൽ ഞാനൊരു സംഭവം പറഞ്ഞല്ലോ. पिछले रात के दिन मैंने एक बात आपको പൊതുവെ बताया था। ലോകത്തിന് ഒരു നിഗമനമുണ്ട്. और संसार में एक बात की जानकारी है, യേശു ക്രൈസ്തവരുടെ ദൈവമാണ്. यीशु मसीह मसीहों का परमेश्वर है। ഇല്ല ശ്രോതാക്കളെ, യേശു ക്രൈസ്തവരുടെ ദൈവമെന്നല്ല. नहीं मेरे सुनने वालों, यीशु मसीह मसीहों का परमेश्वर नहीं। യേശു ക്രൈസ്തവരുടെ ദൈവമല്ല. यीशु मसीह मसीहों का परमेश्वर नहीं। യേശു ലോകത്തിന്റെ രക്ഷിതാവാണ്. यीशु मसीह संसार का छुड़ाने वाला है। യഹൂദനെന്നോ യവനെന്നോ ഒന്നും വ്യത്യാസമില്ല. वो यहूदी या दूसरे धर्म का नहीं। ഇനി നമുക്ക് മറ്റ് തെറ്റായ ഒരു ധാരണയുണ്ട്. और हमें दूसरा एक गलत धारणा है। യേശുവും ഈ മാർഗം യൂറോപ്പിൽ നിന്ന് വന്നതാണ്. क्या ये मार्ग यूरोप से आया है? ഇല്ല, യേശുവും ഈ മാർഗവും യൂറോപ്പിൽ നിന്ന് വന്നതല്ല. नहीं, यीशु और ये मार्ग यूरोप से नहीं आया। യേശു ഏഷ്യക്കാരനാണ്. यीशु मसीह एशिया द्वीप का യേശു है ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ജനിച്ച ആളാണ്. और यीशु मसीह एशिया द्वीप में पैदा हुआ ഇത് है। യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നതല്ല. वो यूरोप से भारत में नहीं आया, ഇത് ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് പോയതാണ്. वो एशिया से यूरोप में गया था। ആകയാൽ യേശു ക്രൈസ്തവരുടെ ദൈവം എന്നുള്ളതല്ല. इसीलिए यीशु मसीह मसीहों का परमेश्वर नहीं, യേശു ലോകത്തിന്റെ രക്ഷിതാവാണ്. यीशु मसीह के संसार का रक्षक है। ഒരു മനുഷ്യന് ദൈവത്തിങ്കിലേക്ക് പോകണം. एक मनुष्य परमेश्वर के पास वापस लौटना എങ്ങനെ चाहिए। ആ മനുഷ്യന് പോയി ചേരാം? किस प्रकार वो लौट सकता है? ഞാൻ കഴിഞ്ഞ ദിവസം മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. मैंने पिछले दिन एक मनुष्य के जीवन के बारे में ആ बताया ആയുസ് था। എണ്ണപ്പെട്ടതാണ് സഹോദരങ്ങളെ. उसका जीवन गिनती के दिन है ആ ആയുസ് തീരുമ്പോൾ നാം എല്ലാവരും ഈ ലോകം വിട്ടു പോകണം. और वो जीवन खत्म होने के बाद हमें संसार को छोड़ के वापस जाना है। ഒരു സെക്കൻഡിൽ 3 പേര് വീതം മരിച്ചുകൊണ്ടേയിരിക്കുക. और एक सेकंड में 3 लोगों की गिनती के अनुसार लोग मर रहे ഒരു हैं। ദിവസം 5,64,000 പേർ വീതം മരിക്കുക. और एक दिन में 5,60,666 लोग मर रहे हैं। നമ്മളെല്ലാം വലിയൊരു ക്യൂവിൽ നിൽക്കുകയാണ്. हम सब एक बड़ी कतार में खड़े हैं। എപ്പോഴാണ് നമ്മൾ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ. कब हमारा दिन आएगा हम नहीं जानते। പക്ഷേ നമുക്ക് ലഭിക്കുന്ന സമയം
തക്കത്തിൽ ഉപകരിക്കുകയാണ്. लेकिन हमें दिया गया वह समय हम सही रीति से इस्तेमाल करना चाहिए. നമുക്ക് എങ്ങനെ നമ്മുടെ ദൈവത്തിങ്കലേക്ക് പോകാം? हम किस प्रकार अपने परमेश्वर के पास लौट सकते യേശു हैं? പറഞ്ഞു, ഞാനാണ് വഴി, यीशु मसीह ने कहा मैं ही मार्ग हूँ, ഞാനാണ് സത്യം, मैं ही सच्चाई हूँ ഞാനാണ് ജീവൻ. और मैं ही जीवन हूँ. നമുക്ക് യേശുവിന്റെ അടുക്കൽ ചെല്ലാം. हम यीशु मसीह के पास आए. യേശുവേ, അങ്ങ് എവിടേക്കുള്ള വഴിയാണ്? हे यीशु आप किस तरफ को जाने के मार्ग അപ്പോൾ हैं? യേശു പറയുന്നു, ഞാൻ പിതാവിങ്കലേക്കുള്ള വഴിയാണ്. यीशु मसीह यूँ कहता है मैं पिता की ओर का रास्ता हूँ. ഞാൻ ദൈവനഗരമായ യെരൂശലേമിലേക്കുള്ള വഴിയാണ്. मैं परमेश्वर के नगर जो यरूशलेम है उसका मार्ग ഞാൻ हूँ. ജീവവൃക്ഷത്തിലേക്കുള്ള വഴിയാണ്. मैं जीवन के पेड़ के मार्ग हूँ. നാം ആ വഴിയിൽ കൂടെ യാത്ര ചെയ്താൽ നാം ദൈവത്തിങ്കൽ പോയി ചേരും. और मैं अगर उस मार्ग में जाता हूँ तो मैं परमेश्वर के पास जा पहुँचता हूँ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. परमेश्वर के पवित्र नाम की स्तुति हो. ദൈവത്തിങ്കലേക്ക് മനുഷ്യൻ മടങ്ങിപ്പോകേണ്ടതിന് परमेश्वर के पास मनुष्य वापस लौटने के लिए പരിശുദ്ധ പിതാവ് യേശുവിനെ നമുക്ക് ദാനമായി തന്നു. पवित्र पिता यीशु मसीह को हमें दान होके दे दिया. കർത്താവായ യേശു നമുക്കാരെ എന്നുള്ളതാണ് ചോദ്യം. हमारा यीशु मसीह हमारे लिए कौन है, यही प्रश्न है. കഴിഞ്ഞ രാത്രി ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, पिछले रात को मैंने आपसे कह दिया था ദൈവവചനം നിങ്ങളോട് പ്രസംഗിക്കുന്നത് ഞാൻ ആരാണെന്ന് ദൈവത്തിന് അറിയണ്ട. परमेश्वर का वचन प्रचार करता हुआ मैं ये परमेश्वर नहीं जानना चाहता कौन है. ഇപ്പോൾ ഈ ഭാഷ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ഇദ്ദേഹം ആരാണെന്ന് ദൈവത്തിന് അറിയണം. अब ये भाषा को तर्जुमे करने वाले भाई ये परमेश्वर कौन है नहीं जानना चाहता. സമ്പന്നനാണോ ദരിദ്രനാണോ എന്ന് അറിഞ്ഞുകൂടാ. वो धनी है कि गरीब है ये नहीं जानता. അവനൊരു ആര്യനാണോ ദ്രാവിഡനാണോ എന്ന് ദൈവത്തിന് അറിയണ്ട. वो आर्यन है कि द्रविडियन है वो नहीं जानना चाहता. അവൻ ഹിന്ദുവാണോ ഇസ്ലാമാണോ എന്ന് ദൈവത്തിന് അറിയണം. वो हिंदू है कि मुस्लिम है वो नहीं जानना പക്ഷേ चाहता. ദൈവത്തിന് ഒരു കാര്യം അറിയണം. लेकिन परमेश्वर एक बात को जानना चाहता है. ദൈവം ഭൂമിയിലേക്ക് ഒരു ദാനം നൽകി. परमेश्वर ने संसार के लिए एक दान दिया. അത് കർത്താവായ യേശുവാണ്. वो हमारा परमेश्वर यीशु मसीह है. യേശു നമുക്ക് ആരാണെന്ന് അറിയണം. यीशु मसीह हमारे लिए क्या है ये हम जानना चाहते हैं. യേശു നമ്മുടെ ആരാണ്? यीशु मसीह हमारा कौन है? യേശു നമ്മുടെ വീണ്ടെടുപ്പാണ്. यीशु मसीह हमारा छुटकारा है. യേശു നമ്മുടെ ശുദ്ധീകരണമാണ്. यीशु मसीह हमारी पवित्रता യേശു है. നമ്മുടെ ജ്ഞാനമാണ്. यीशु मसीह हमारा ज्ञान है. യേശു നമ്മുടെ നീതിയാണ്. यीशु मसीह हमारा धर्म है. യേശു ജീവിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. यीशु मसीह जीवित है इसी कारण हम भी जीवित हैं. അപ്പോൾ ഞാൻ ആരാണെന്ന് ദൈവത്തിന് അറിയല്ല. इसलिए मैं कौन हूँ ये परमेश्वर नहीं जानना പക്ഷേ चाहता. യേശു എനിക്കാരാണെന്ന് ദൈവത്തിന് അറിയണം. लेकिन यीशु मेरे लिए कौन है ये परमेश्वर निश्चय जानना അപ്പോൾ चाहता है. യേശുവിനെ പരിശുദ്ധ പിതാവ് ഭൂമിയിലേക്ക് അയച്ചു. इसलिए यीशु मसीह को पवित्र पिता ने इस संसार में भेजा. യേശുവിന്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമനം യാദൃശ്ചികമായിരുന്നില്ല. यीशु मसीह का इस संसार में आना वो आश्चर्य तौर पे नहीं था. അത് ദൈവം മനുഷ്യവർഗത്തിന് കൊടുത്ത വാഗ്ദത്തമായിരുന്നു. वो परमेश्वर ने जो मनुष्य को प्रतिज्ञा दिया वो उसी के द्वारा വാഗ്ദത്തപ്രകാരം था. യേശു ഭൂമിയിലേക്ക് വന്നു. और प्रतिज्ञा के अनुसार यीशु मसीह इस संसार में യേശു आया. ക്രിസ്തുവിൽ കൂടെ നമുക്ക് പിതാവിന്റെ അടുക്കൽ തിരികെ പോകാം. और यीशु मसीह के मार्ग से हम पिता के पास लौट सकते हैं. യേശുവിന്റെ അടുക്കലേക്ക് പിതാവിന്റെ അടുക്കലേക്ക് മനുഷ്യൻ മടങ്ങി പോകേണ്ടതിന് और पिता के पास एक मनुष्य वापस लौटने के लिए യേശു ക്രിസ്തുവിൽ കൂടെ സ്വർഗം പ്രദാനം ചെയ്തത് എന്ത് എന്നുള്ളതാണ് നമ്മുടെ പഠന വിഷയം. यीशु मसीह के द्वारा परमेश्वर ने हमसे क्या प्रतिज्ञा किया यही हमारे ध्यान करने की विषय കഴിഞ്ഞ है. രാത്രിയിൽ അതിലൊരു വിഷയം നാം ചിന്തിച്ചു. और पिछले रात के समय में हमने एक बात पे ध्यान किया അതിന് था നാം കൊടുത്ത പേര് കൃപയെന്നായിരുന്നു. और उसका नाम था कृपा. യേശു ക്രിസ്തുവിൽ നിന്ന് നമ്മിലേക്ക് കൃപ ലഭിച്ചു. यीशु मसीह के द्वारा हमारे ऊपर कृपा उंडेला गया. നമ്മൾ അധർമ്മികളും പാപികളുമായിരുന്നു. हम अधर्मी और पापी थे. നാം നരകയോഗ്യരായിരുന്നു. हम किसी भी योग्य नहीं थे. എന്നാൽ യേശുവിന്റെ കൃപ നമുക്ക് ലഭിച്ചു. लेकिन यीशु मसीह का कृपा हमें मिल ആ गया. കൃപയുടെ സ്റ്റെപ്പുകളായിരുന്നു കഴിഞ്ഞ രാത്രി നാം ചിന്തിച്ചത്. और उसी सीढ़ियों के बारे में हमने पिछले दिन रात को याद ദൈവം किया था. നീതിമാനും വിശുദ്ധനുമാണ്. और परमेश्वर धर्मी और पवित्र है. മനുഷ്യൻ പാപിയും അധർമ്മിയുമാണ്. मनुष्य पापी और अधर्मी है. അധർമ്മിയും പാപിയുമായ മനുഷ്യൻ എങ്ങനെ ദൈവത്തിങ്കൽ പോയി ചേരാം? अधर्मी और पापी मनुष्य किस प्रकार परमेश्वर के पास वापस लौट सकता അതിന് है? ഒരേ ഒരു വഴി യേശു മാത്രമാണ്. और वो एक ही एक मार्ग है वो यीशु ആ मसीह है. യേശുവിൽ കൂടെയാണ് ദൈവത്തിന്റെ കൃപ നമുക്ക് और ലഭിച്ചത്. वो यीशु मसीह के द्वारा ही परमेश्वर का कृपा हमें मिला. കഴിഞ്ഞ രാത്രി കൃപയുടെ ആഴം നാം ചിന്തിച്ചുകൊണ്ടിരുന്നു. और पिछले रात में हमने कृपा की गहराई के बारे में യേശുവിൽ पढ़ा.
നിന്ന് കൃപ ലഭിച്ചവരെ, यीशु मसीह से पाए हुए कृपा पाए हुए लोगों, എന്താണ് ദൈവത്തിന്റെ കൃപ? परमेश्वर की कृपा क्या है? അയോഗ്യനായ ഒരു മനുഷ്യൻ अयोग्य मनुष्य സൃഷ്ടാവായ ദൈവത്തിന്റെ മുൻപാകെ सृष्टिकर्ता परमेश्वर के सामने യോഗ്യനായി തീരേണ്ടതിന് और योग्य होके बदलने के लिए ദൈവം അവനോട് കാണിക്കുന്ന परमेश्वर उसको दिखाने वाला കരുണ, करुणा അനുകമ്പ, और अनुकंपा മനസ്സലിവ്, और मन का हलीमोना, ദയ, दया, ഇത്രയും ചേർന്നതാണ് ദൈവത്തിന്റെ കൃപ. और ये चारों बातें मिलके परमेश्वर की कृपा है. ആ കൃപ എവിടെ തുടങ്ങി എവിടെ വരെ തുടരുന്നു? और वो कृपा कहाँ शुरू होता है और कहाँ खत्म होता കഴിഞ്ഞ है. രാത്രിയിൽ ആ കൃപയുടെ തുടക്കം നാം ചിന്തിച്ചു. और पिछले दिन रात में हमने उस कृपा के बारे में ध्यान किया था. കൃപയാലാണ് ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത്. और कृपा के द्वारा ही एक मनुष्य रक्षा पाता है. കൃപയാലാണ് അവൻ ജീവനുള്ള ദൈവത്തെ നീതിയിൽ ആരാധിക്കുന്നത്. और कृपा के द्वारा ही एक मनुष्य परमेश्वर की आराधना करता है. കൃപയാലാണ് അവൻ ഈ വിശ്വാസ പ്രമാണത്തിൽ നിലനിൽക്കുന്നത്. और कृपा के द्वारा ही परमेश्वर में खड़ा रहता है. കൃപയാലാണ് അവൻ ദൈവത്തിനു വേണ്ടി പ്രയത്നിക്കുന്നത്. और कृपा के द्वारा ही वो परमेश्वर की इंतजार करता है. കൃപയാലാണ് അവൻ ശത്രുവിന്റെ മേൽ ജയം और പ്രാപിക്കുന്നത്. कृपा के द्वारा ही वो शत्रु के ऊपर जय पाता है. കൃപയാലാണ് യേശു വരുമ്പോൾ അവന്റെ ശരീരം और രൂപാന്തരപ്പെടുന്നത്. कृपा के द्वारा ही जब यीशु मसीह आने पे उसका शरीर കൃപയാലാണ് അവൻ होता है. സ്വർഗത്തിലെത്തുമ്പോൾ അവനൊരു ശുഭ്രമായ വസ്ത്രം ലഭിക്കുന്നു. और कृपा के द्वारा ही जब वो स्वर्ग में पहुंचेगा तो उसको एक श्वेत वस्त्र അപ്പോൾ मिलता है. രക്ഷ തുടങ്ങി നിത്യതയുടെ ശുഭ്രവസ്ത്രം വരെയും ദൈവത്തിന്റെ കൃപയാണ്. इसलिए उद्धार के शुरू होने से और उसके वो श्वेत वस्त्र पाने तक उसका कृपा लगातार हमारे ആകയാൽ साथ ദൈവം रहता है. നിങ്ങളോട് കാണിച്ച കൃപ നിങ്ങൾ വ്യർത്ഥമാക്കി കളയരുത്. इसलिए जो परमेश्वर ने आपके ऊपर वो कृपा दिखाया है उस कृपा को आप नष्ट ना ആ करें. താഴ്മയോടെ ദൈവത്തെ പ്രസാദിപ്പിച്ച് നമുക്ക് കൃപ പ്രാപിക്കാം. हम हलीमी के साथ परमेश्वर को प्रसन्न करके उस कृपा को प्राप्त करें. അവൻ താഴ്മയുള്ളവർക്ക് കൃപ കൊടുക്കുന്നു. वो हलीमों को वो कृपा देता है. യേശുവിന്റെ വരവിൽ അവന്റെ കൃപയാൽ നമ്മുടെ ശരീരം രൂപാന്തരപ്പെടട്ടെ. यीशु मसीह के आगमन में उसके दिए हुए कृपा के द्वारा हमारा शरीर रूपांतर അപ്പോൾ होने दें. യേശുവിന്റെ ജനനത്താലാണ് നമുക്ക് ഈ കൃപ ലഭിച്ചിരിക്കുന്നത്. और यीशु मसीह के जन्म से ये कृपा हमें मिला है. ഇന്ന് രാത്രിയിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. इस रात के समय में हम अगली सीढ़ी चढ़ते നമുക്ക് हैं. ദൈവത്തിങ്കലേക്ക് മടങ്ങി പോകേണ്ടതിന് हम परमेश्वर के पास वापस लौटने के നമുക്ക് लिए ആവശ്യം യേശുവിന്റെ രക്തമാണ്. हमें जो जरूरी है वो यीशु मसीह का लहू വിശുദ്ധ है. പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ पवित्र पौलुस इब्रानी लोगों को लेख लिखते समय में 9 അധ്യായം 22 വാക്യത്തിൽ 9वां अध्याय 22वां वचन जब हम पढ़ते हैं അവിടെ പൗലോസ്ലിക പറയുകയാണ്, वहाँ पे पौलुस इस प्रकार कहता है, രക്തം ചൊരിഞ്ഞല്ലാതെ വിമോചനമില്ല. और बिना लहू के छुटकारा नहीं है. യേശുവിന്റെ ജനനത്താലാണ് നമുക്ക് കൃപ ലഭിച്ചത്. यीशु मसीह के जन्म के द्वारा ही हमें वो कृपा मिला ആ है. കൃപ ഇപ്പോഴും നമ്മുടെ മധ്യേ നദി പോലെ ഒഴുകിക്കൊണ്ടിരിക്കുക. वो कृपा इस समय में भी नदी के समान हमारे बीच में बह ആ रहा കൃപ है. നിങ്ങളുടെ രക്ഷ തുടങ്ങി നിങ്ങളുടെ അവകാശം വരെയും നിങ്ങളെ പിന്തുടരട്ടെ. वो कृपा आपके उद्धार से लेके आपके अंतिम समय तक या वो श्वेत वस्त्र पाने तक वो कृपा आपके साथ रहने അടുത്തതായി देगी. യേശുവിന്റെ പീഡനത്താലും മരണത്താലും ലഭിച്ച രക്തമാണ് വിഷയം. उसके बाद परमेश्वर ने जो क्लेश उठाया या उसकी मृत्यु में वही हमारा अगला कदम है. നമുക്ക് പിതാവിങ്കിലേക്ക് പോകണമെങ്കിൽ നമുക്ക് യേശുവിന്റെ രക്തം വേണം. हम पिता के पास अगर जाना है तो हमें यीशु मसीह के लहू की आवश्यकता തിരുവഴുത്തിന്റെ है. ആഴങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ पवित्र शास्त्र के वचन की गहराई को समझते समय ഭൂമിയിൽ ആദ്യമായി രക്തം ചൊരിഞ്ഞത് ദൈവമാണ്. सबसे पहले जो लहू के द्वारा छुटकारा दिया वो परमेश्वर है. ഭൂമിയിൽ അവസാനമായും രക്തം ചൊരിഞ്ഞത് ദൈവമാണ്. और परमेश्वर ने ही आखिरी समय तक अपना लहू बहाया. ദൈവം ആദ്യമായി ഭൂമിയിൽ രക്തം ചൊരിഞ്ഞു. और सबसे पहले परमेश्वर ने लोगों के लिए लहू അത് बहाया. പാപിയായ മനുഷ്യന്റെ നഗ്നത മറയ്ക്കുന്നതിന് വേണ്ടിയായി. और वो पापी मनुष्य के नंगेपन को छिपाने के लिए था. ദൈവം മനുഷ്യനെ തേടി ഏദനിലേക്ക് വന്നു. परमेश्वर ने आदम को ढूंढ के आदम के बागीचे में ദൈവം आया. മനുഷ്യനെ വിളിച്ചു. परमेश्वर ने मनुष्य को बुलाया. ആദാമേ ആദാമേ നീ എവിടെയെന്ന് ചോദിച്ചു. हे आदम तू कहाँ है? ആദാം പറഞ്ഞു, ഞാൻ നഗ്നനായി പോയി. आदम ने इस प्रकार कहा, मैं नंगा हो गया हूँ प्रभु. അവൻ അതിന് തൊട്ടു മുൻപേ അവന്റെ നഗ്നത മറയ്ക്കുവാൻ അവൻ പ്രയത്നിച്ചിരുന്നു. उसके तुरंत ही पहले उसने अपने नंगापन को छुपाने के लिए कोशिश किया था. പക്ഷേ അവന്റെ പ്രയത്നത്താൽ അവന്റെ നഗ്നത
നഗ്നത മറഞ്ഞില്ല. लेकिन उसके उस कोशिश के द्वारा उसके नंगापन छिपाया ना എന്നാൽ गया. ദൈവം ഇപ്പോൾ അവന്റെ നഗ്നത മറയ്ക്കുവാൻ പദ്ധതി ഒരുക്കുകയാണ്. लेकिन परमेश्वर ने उसके नंगापन को छुपाने के लिए इस समय योजना बनाया ദൈവം है. മനുഷ്യന് തോലുകൊണ്ടുള്ള ഒരു ഉടുപ്പുണ്ടാക്കി കൊടുത്തു. परमेश्वर ने उस मनुष्य को एक चमड़े का उसने एक वस्त्र बना के दिया. ആ ആദാമിനും അവന്റെ ഭാര്യയായ ഹവ്വായിക്കും ഉടുപ്പുണ്ടാക്കി കൊടുത്തെന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. आदम को और हव्वा को एक वस्त्र बना के दिया, इस प्रकार लिखा है. തോലുകൊണ്ടുള്ള ഒരു ഉടുപ്പുണ്ടാക്കി കൊടുത്തു. और उस चमड़े से उस वस्त्र को बना के ആ दिया. ഉടുപ്പുണ്ടാക്കേണ്ടതിന് ദൈവം ഒരു ഊമമൃഗത്തെ അറുക്കേണ്ടി വന്നു. और उस वस्त्र को बनाने के लिए परमेश्वर ने एक जानवर को मारना पड़ा. ആ ഒരു ഊമമൃഗത്തിന്റെ രക്തം ഭൂമിയിൽ വീണു. और जो बोल नहीं सकता है ऐसा जानवर को उसका लहू ദൈവം गिरा. പറഞ്ഞു രക്തം ചൊരിഞ്ഞല്ലാതെ വിമോചനമില്ല. और परमेश्वर ने इस प्रकार कहा कि लहू के बिना छुटकारा नहीं है. ആദ്യമായി മനുഷ്യന്റെ നഗ്നതയ്ക്ക് വേണ്ടി ഒരു ഊമമൃഗത്തിന്റെ രക്തം ഭൂമിയിൽ വീണു. और सबसे पहले मनुष्य के छुटकारे के लिए एक जो बोल नहीं सकता ऐसे जानवर का लहू पृथ्वी पे गिरा. ആ രക്തത്താൽ മനുഷ്യന്റെ ലംഘനങ്ങളെ ദൈവം മറച്ചു. और उस लहू के द्वारा परमेश्वर ने उसके नंगापन को छुपा ആ दिया. മൃഗത്തിന്റെ തോലുകൊണ്ട് മനുഷ്യന്റെ നഗ്നതയെ ദൈവം മറച്ചു. और उस जानवर के खाल के द्वारा परमेश्वर ने उसके नंगापन को छुपा ആ दिया. മൃഗം അറുക്കപ്പെടുന്നത് യാദൃശ്യമായിട്ടായിരുന്നില്ല. और उस जानवर को जो मारा गया वो आश्चर्य तौर पे था. കാലസമ്പൂർണതയിൽ മരിക്കുന്ന യേശുവിനെ കണ്ടുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഒരു ഊമമൃഗത്തെ അറുത്തത്. और यीशु मसीह का मृत्यु को ध्यान करते हुए ही परमेश्वर ने उस जानवर को मारा था. കാലങ്ങൾ പലത് കടന്നുപോയി. और कई समय बीत गया. ഭൂമിയിൽ മനുഷ്യൻ പെരുകി തുടങ്ങി. और संसार में मनुष्य बढ़ने लगा. പാരമ്പര്യമായി ചില അറിവ് അവർക്ക് ലഭിച്ചു. और कई प्रकार के ज्ञान उनको बढ़ता चला गया. ഇങ്ങനെ തലമുറയായിട്ടുള്ള അറിവായിരുന്നു. और ऐसे पीढ़ी की और जानकारी बढ़ता गया. എന്താണ് അവരുടെ അറിവ്? उनका ज्ञान क्या था? രക്തം ചൊരിഞ്ഞ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒക്കത്തുള്ളൂ. और लहू बहा के ही हम परमेश्वर को प्रसन्न कर सकते हैं. യേശുവിന് മുൻപ് ഒരു 4000 വർഷത്തോളം ഉണ്ടായിരുന്നു. यीशु के पहले एक 4000 साल था. ആദാം പാപം ചെയ്ത് പർദീസ നഷ്ടപ്പെട്ട ശേഷം आदम ने पाप करके जब परदेशिया को नष्ट कर दिया, ഒരു 4000 വർഷം കഴിഞ്ഞാണ് യേശു ലോകത്തിലേക്ക് വരുന്നത്. उसके बाद एक 4000 साल के बाद यीशु मसीह संसार में आता है. ഈ 4000 വർഷത്തെ നമ്മൾ പഴയ നിയമം എന്ന പേരോടുകൂടി വിളിക്കുക. और इस 4000 साल में हम पुराना नियम करके पुकारते हैं. ഈ പഴയ നിയമത്തിന് 2 ഭാഗങ്ങളുണ്ട്. इस पुराने नियम का 2 भाग है. ഒന്ന് മനസാക്ഷിയുടെ യുഗം, सबसे पहला विवेक का युग 2 ന്യായപ്രമാണത്തിന്റെ യുഗം. और दूसरा न्याय का युग. മനസാക്ഷിയുടെ യുഗം എന്നത് 2500 വർഷമായിരുന്നു. और विवेक का युग 2500 साल तक था. ന്യായപ്രമാണ യുഗം എന്നത് 1500 വർഷമായിരുന്നു. और न्याय का युग बोलने से 1600 साल था. അപ്പോൾ മനസാക്ഷിയുടെ 2500 വർഷവും इसलिए विवेक का जो युग था उसका 2500 साल ന്യായപ്രമാണത്തിന്റെ 1500 വർഷവും കൂടെ ചേർത്താൽ और न्याय का 1500 साल ആദാം തുടങ്ങി യേശു വരെ 4000 വർഷം. और दोनों मिला देने से आदम से लेके यीशु मसीह तक 4000 साल हुआ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. परमेश्वर के पवित्र नाम की स्तुति हो. ആദ്യമായി രക്തം ചൊരിഞ്ഞത് ദൈവമാണ്. और सबसे पहला जो लहू बहाया वो പിന്നെ परमेश्वर था. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ മനുഷ്യൻ രക്തം ചൊരിഞ്ഞുകൊണ്ടേയിരുന്നു. फिर परमेश्वर को प्रसन्न करने के लिए मनुष्य लहू बहाता നമ്മുടെ रहा. പുരാതന ഭാരതീയ ചരിത്രം പഠിച്ചാൽ ഭാരതത്തിലുള്ള നമ്മുടെ പിതാക്കന്മാരും നരബലിയും മൃഗബലിയും ഒക്കെ നടത്തിയിരുന്നു. और पुराने हम भारत के इतिहास को अगर देखें तो मनुष्य जानवरों को और मनुष्य को भी मार के उसका लहू बहाता रहा. ഇപ്പോഴും ആഫ്രിക്കയുടെ ചില സ്ഥലങ്ങളിൽ പോയാൽ അവിടെ നരബലിയും മൃഗബലിയും ഒക്കെ നിലവിലുണ്ട്. और अभी भी अगर अफ्रीका के कुछ जगहों में आप जाएं तो वहां पे जानवरों का और इंसान का बलि चढ़ाया जाता പക്ഷേ है. ബൈബിൾ അതൊരിക്കലും അംഗീകരിക്കുന്നില്ല. लेकिन पवित्र शास्त्र इस बात को कभी नहीं बोलता. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. परमेश्वर के पवित्र नाम की स्तुति हो. പ്രാരംഭത്തിലെ കാലഘട്ടത്തിന് നമുക്ക് മനസാക്ഷിയുടെ യുഗമെന്ന് പറയാം. और पहले के दिनों को हम विवेक का युग करके बोल सकते हैं. ഈ മനസാക്ഷികത്തിൽ ദൈവം ഒരിക്കലും രക്തം ആവശ്യപ്പെട്ടിരുന്നില്ല. इस विवेक के युग में कभी भी परमेश्वर ने लहू को ना चाहा. എന്നാൽ ആ കാലഘട്ടത്തിൽ അനേക നീതിമാന്മാർ യാഗം കഴിച്ചിരുന്നു. लेकिन उस समय में कई प्रकार के याजक लोगों ने बलि चढ़ाया था. ഹാബേൽ യാഗം കഴിച്ചിരുന്നു. अबेल ने बलि चढ़ाया. നോഹ യാഗം കഴിച്ചു. नोहा ने बलि चढ़ाया. ഏബ്രഹാം യാഗം കഴിച്ചു. अब्राहम ने बलि चढ़ाया. യാക്കോബ് യാഗം കഴിച്ചു. याकूब ने बलि चढ़ाया. ഇവരുടെയൊക്കെ യാഗ
യാഗപീഠങ്ങളെ കുറിച്ച് ബൈബിൾ പറയുന്നു. और इन्होंने सब बलिवेदी बनाया और वहाँ पे बलि चढ़ाया, इस प्रकार बाइबल कहता है. അന്ന് എഴുതപ്പെട്ട ഒരു പ്രമാണം ഉണ്ടായിരുന്നില്ല. उस समय लिखा हुआ कोई भी प्रमाण नहीं था നിയമിക്കപ്പെട്ട ഒരു കൽപ്പനയും ഉണ്ടായിരുന്നില്ല. और उनको दिया हुआ कोई भी कल्पना भी नहीं था. പക്ഷേ അവരുടെ പ്രമാണം അവരുടെ മനസ്സാക്ഷിയിൽ ഉണ്ടായിരുന്നു. लेकिन उनका प्रमाण उनके हृदय में था. ഒരു ദിവസം ദൈവം അബ്രഹാമിനെ വിളിച്ചു. एक दिन अब्राहम को परमेश्वर इस प्रकार पुकारता है. അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നീ എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായി ജീവിക്കണം. अब्राहम से पुकार के परमेश्वर इस प्रकार कहता है, हे अब्राहम तुम मेरे सामने चल के निष्कलंक होके दिखाई पड़ना. അബ്രഹാമിനോട് ദൈവം ആവശ്യപ്പെട്ടത് നിഷ്കളങ്കനായി ജീവിക്കണമെന്നാണ്. अब्राहम से जो परमेश्वर ने चाहा वो यही है कि वो निष्कलंक होके दिखाई पड़े. എന്നാൽ മോശയോട് ദൈവം ആവശ്യപ്പെടുന്നത്, लेकिन मूसा से परमेश्वर ने क्या चाहा? മോശേ, ഞാൻ വിശുദ്ധനായിരിക്കും പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കണം. हे मूसा जिस प्रकार मैं पवित्र हूँ तुम भी पवित्र होके दिखाई पड़ना चाहिए. എന്നാൽ കൃപായിക വിശുദ്ധന്മാരായ നമ്മോട് ആവശ്യപ്പെടുന്നത്, लेकिन कृपा के युग में जो हम लोग पवित्र लोग हैं वो परमेश्वर हमसे क्या चाहता है? ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമറ്റവരുമായി തീരുക. हम परमेश्वर के समूह में निष्कलंक और कृपा के साथ भरे हुए पवित्र और निष्कलंक दिखाई पड़ना चाहिए. മനസ്സാക്ഷികത്തിലെ നിഷ്കളങ്കത്വവും और विवेक के युग में जो निष्कलंकता थी, ന്യായപ്രമാണികത്തിലെ വിശുദ്ധിയും और न्याय के समय की जो पवित्रता थी, കൃപായുഗത്തിന്റെ പൂർണ്ണതയും നാം പ്രാപിച്ചിരിക്കുന്നു. और कृपा के समय की जो पूर्णता है वो हम हासिल कर लेना चाहिए. അതുകൊണ്ടാണ് ബൈബിൾ ഇങ്ങനെ ക്രമീകരിച്ച് നമ്മുടെ പക്കൽ തന്നിരിക്കുന്നത്. इसलिए पवित्र शास्त्र इस प्रकार से हमें नियम देता रहता है. 2500 വർഷം മനസ്സാക്ഷിയുടെ യുഗമായി. 2500 साल विवेक का युग था. ആ യുഗത്തിൽ അനേക നീതിമാന്മാർ രക്തം ചൊരിഞ്ഞുകൊണ്ടിരുന്നു. और उस समय में अनेक धर्मी लोग अपना लहू बहाते रहे. എന്നാൽ മോശയുടെ കാലത്ത് ദൈവം ന്യായപ്രമാണം ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. लेकिन मूसा के समय में परमेश्वर ने उस न्याय की विधियों को संसार में लेके आया. ദൈവം ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുന്ന തുടങ്ങി രക്തം ആവശ്യപ്പെടാൻ തുടങ്ങി. परमेश्वर ने इस्राएल को मिस्र से छुड़ाते समय में लहू की मांग किया. പഴയ നിയമ ഇസ്രായേലിനോട് ദൈവം 5 പ്രാവശ്യം രക്തം ചൊരിയാൻ ആവശ്യപ്പെടുകയാണ്. पुराने नियम के समय में इस्राएल से परमेश्वर ने 5 बार लहू बहाने के लिए बोला. ഇസ്രായേൽ മിസ്രൈമിൽ അടിമയായിരിക്കുമ്പോൾ, इस्राएल जब मिस्र के देश में वो वहाँ पे बंदी थे, അവരെ വിടുവിക്കുവാൻ ദൈവം സംഹാരദൂതനെ അയക്കുക. उनको छुड़ाने के लिए वहाँ पे एक दूत को भेजता है. അപ്പോൾ ദൈവം മോശയോട് പറയുന്നു, तब परमेश्वर मूसा से इस प्रकार कहता മോശേ, है, നീ ഒരു ആട്ടിൻകുട്ടിയുടെ രക്തം കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും തേക്കണം. हे मूसा तू एक मेमने का लहू दरवाजों की चौखटों पे और लंगनों पे लगा देना. ആ രക്തം കാണുമ്പോൾ സംഹാരകൻ വിട്ടുപോയിക്കൊള്ളും. और वो लहू देखते समय वो मृत्यु का दूत उसको छोड़ के चला जाएगा. മോശ അതുപോലെ ചെയ്തു. मूसा ने उसी प्रकार किया. ആകയാൽ ഇസ്രായേൽ ജനത്തിന് വിടുതലുണ്ടായി. इसलिए वो इस्राएली लोगों को एक छुटकारा प्राप्त हुआ. ജനം മിസ്രൈമിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. वहाँ मिस्र के देश से उन्होंने एक छुटकारा അവർ प्राप्त किया. ചെങ്കടൽ കടന്ന് മരുഭൂമിയിലേക്ക് വന്നു. उन्होंने लाल समुद्र को पार करके उस देश में पहुंच गए. ദൈവം അവർക്ക് പ്രമാണം കൊടുത്തു. तब परमेश्वर ने उनको प्रमाण दिया. ആ പ്രമാണം പറഞ്ഞു, ഒരു മനുഷ്യന് പാപം ചെയ്യാൻ അനുവാദമില്ല. और वो प्रमाण इसी प्रकार था कि एक भी मनुष्य पाप करने के लिए कोई अधिकार नहीं है. ഒരു കാലഘട്ടത്തിലും മനുഷ്യന് പാപം ചെയ്യാൻ ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. किसी भी रीति से किसी मनुष्य को कोई भी पाप करने के लिए उसको अनुमति नहीं है. പക്ഷേ ഒരു പാപിയെയും തള്ളിക്കളയാൻ ദൈവം തയ്യാറല്ല. लेकिन किसी भी पापी को परमेश्वर दूर नहीं करना चाहता. ദൈവം മോശയോട് പറയുകയാണ്, परमेश्वर मूसा से इस प्रकार कहता है, ആരെങ്കിലും യാദൃശ്യമായി പാപം ചെയ്തു പോയെങ്കിൽ अगर किसी ने गलती से भी पाप किया हो അവൻ പ്രായശ്ചിത്തമായി രക്തം യാഗപീഠത്തിൽ ചൊരിയട്ടെ. वो प्रायश्चित के रीति से उस बलिवेदी पे लहू बहाए. വീണ്ടും ഇസ്രായേൽ മുൻപോട്ട് പോകുകയാണ്. दोबारा जब इस्राएल आगे की ओर बढ़ता है, അടുത്തതായി ദൈവം ആവശ്യപ്പെടുന്നത് ശുദ്ധീകരണത്തിന്റെ രംഗത്താണ്. अगला परमेश्वर उनसे क्या चाहता है वो पवित्रता ही है. പാളയത്തിൽ ഒരു കുഷ്ഠരോഗി ഉണ്ടാകാൻ പാടില്ല. और उस देश में कोई भी कोढ़ी नहीं होना चाहिए. പാളയത്തിൽ ഒരു കുഷ്ഠരോഗി ഉണ്ടെങ്കിൽ അവൻ പുറത്തു പോയിക്കൊള്ളണം. और उस क्षेत्र में कोई भी कोढ़ी होने से वो बाहर छावनी के बाहर जाना चाहिए. എന്നാൽ അവന്റെ കുഷ്ഠം ഭേദപ്പെട്ട ശേഷം लेकिन उसका कोड सही होने के അവൻ बाद പാളയത്തിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ वो छावनी में वापस आते समय में രക്തമെടുത്ത് അവന്റെ വലത് കാതിന് ചുറ്റും പുരട്ടണം. लहू लेके उसका दाहिने कान में पूरा लगाना चाहिए. അവന്റെ വലത് കൈയുടെ പെരുവിരലിൽ പുരട്ടണം. उसके दाहिने हाथ के उंगलियों में लगाना चाहिए. അവന്റെ വലത് കാലിന്റെ പെരുവിരലിൽ പുരട്ടണം. उसके
पैर के उंगलियों में लगाना चाहिए। അവൻ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. वो पवित्र किया जाता है। അവിടെയും ദൈവം ആവശ്യപ്പെടുന്നു. वहाँ पे भी इस प्रकार परमेश्वर उन लोगों से चाहता है। വീണ്ടും ദൈവം ആവശ്യപ്പെടുന്നത് നിയമത്തിന്റെ മുൻപിലാണ്. दोबारा परमेश्वर उनसे क्या चाहता है, वो नियम के अनुसार है। മോശ സീനായിലേക്ക് കയറിപ്പോയി. मूसा सीना पर्वत पे जाते समय में 40 രാവും 40 പകലും മോശ ദൈവത്തോട് കൂടെയായിരുന്നു. 40 दिन और 40 रात मूसा परमेश्वर के साथ था। മോശയ്ക്ക് ദൈവം 2 കൽപ്പലകയിൽ പ്രമാണം എഴുതി കൊടുത്തു. मूसा ने परमेश्वर ने मूसा को 2 पट्टिकों के ऊपर अपनी प्रतिज्ञाओं को लिख के दिया। ഒരു കൽപ്പലകയിൽ 4 പ്രമാണം, एक पट्टी में 4 ഒരു കൽപ്പലയിൽ 6 പ്രമാണം और दूसरे पट्टी में 6 4 പ്രമാണം മനുഷ്യൻ ദൈവത്തോട് പാലിക്കേണ്ടതാണ്. और 4 पट्टी को जो मनुष्य परमेश्वर के साथ करना चाहिए वो है। 6 പ്രമാണം മനുഷ്യൻ മനുഷ്യനോട് പാലിക്കേണ്ടതാണ്. और 6 बातों को जो मनुष्य के साथ करना चाहिए उस प्रकार था। 4 പ്രമാണം മനുഷ്യൻ ദൈവത്തോട് പാലിക്കണം. 4 बातें ऐसे था जो परमेश्वर के साथ उसको करना था। അങ്ങനെ 2 കൽപ്പലയിലാണ് ദൈവം പ്രമാണം എഴുതി കൊടുത്തത്. ऐसे 2 पट्टियों के ऊपर परमेश्वर ने अपने कल्पनाओं को लिख के दिया। ന്യായപ്രമാണം എന്ന വിഷയം നമ്മൾ പഠിക്കുമ്പോൾ और न्याय प्रमाण के विषय को जब हम पढ़ते हैं, ന്യായപ്രമാണത്തിൽ 760 പ്രമാണമുണ്ട്. और न्याय के समय का अगर हम प्रमाण पढ़ें तो 666 है। 760 പ്രമാണത്തെയാണ് നമ്മൾ ന്യായപ്രമാണം എന്ന് പറയുന്നത്. और 700 ऐसे कल्पनाएं वहाँ पे लिखी हैं। ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. परमेश्वर के नाम की स्तुति हो। അതിലൊരു 710 പ്രമാണം ദൈവം നേരിട്ട് കൊടുത്തതാണ്. उसमें से 10 कल्पनाएं परमेश्वर ने स्वयं दिया था। ബാക്കി പ്രമാണം മോശ മുഖാന്തരം ദൂതൻ മുഖാന്തരം ജനത്തിന് കിട്ടിയതാണ്. और बाकी बातें मूसा के द्वारा या लोगों के द्वारा मिला गया है। പ്രാരംഭത്തിലെ 10 കമാൻഡ് ദൈവം നേരിട്ട് കൊടുത്തു. और सबसे पहला 10 आज्ञा परमेश्वर ने स्वयं दिया। അതിൽ 4 പ്രമാണം ദൈവത്തോട് മനുഷ്യൻ പാലിക്കണം. उसमें से 4 बातें परमेश्वर के साथ करने वाली थी। ഒന്ന്, ഞാനല്ലാതെ അന്യദൈവം നിനക്കുണ്ടാകരുത്. सबसे पहला, मेरे अलावा और कोई तुम्हारा परमेश्वर ना हो। സ്വർഗത്തിലുള്ളതോ ഭൂമിയിലുള്ളതോ യാതൊന്നിന്റെയും രൂപം നീ ഉണ്ടാക്കരുത്. स्वर्ग में की या पृथ्वी में की कोई भी वस्तु का रूप तू ना बनाना। 3, എന്റെ നാമം നീ വൃഥാ എടുക്കരുത്. तीसरा, मेरा नाम तू व्यर्थ ना लेना। 4, എന്റെ ശബത്ത് ദിവസം നീ ലംഘിക്കരുത്. चौथा, मेरे सबत के दिन को तू व्यर्थ ना करना। അത് ഒന്നാമത്തെ കൽപ്പലകയാണ്. और वो सबसे पहला पट्टिका था। അടുത്ത പ്രമാണം ദൈവം എഴുതി. अगला प्रतिज्ञा को परमेश्वर ने लिखा। മനുഷ്യനെ പാപം എവിടെയാണ് വേട്ടയാടുന്നത്? और अगला आज्ञा अगली बात, मनुष्य को पाप में कहाँ लेके जाता है? മനുഷ്യനെ പാപം എവിടെയാണ് ആക്രമിക്കുന്നത്? और मनुष्य को पाप कहाँ पे लेके जाता है? അത് നോക്കിക്കൊണ്ടാണ് ദൈവം ഇത് എഴുതിയിരിക്കുന്നത്. और उसको देखते हुए परमेश्वर ने इस बात को लिखा था। ഒന്ന് അവന്റെ പ്രവർത്തന മണ്ഡലം, सबसे पहला उसका काम करने की जगह में। 2, അവന്റെ ചിന്താ മണ്ഡലം. दूसरा, उसका सोच विचार के जगह में। 3, അവന്റെ സംസാര മണ്ഡലം. तीसरा, उसकी बात करने के में। ഈ 3 സ്ഥലത്താണ് പാപം മനുഷ്യനെ ആക്രമിക്കുന്നത്. ये तीनों बात के जगह में पाप के द्वारा उसको आक्रमण करता है। അതുകൊണ്ട് ദൈവം പ്രമാണം എഴുതിയപ്പോൾ इसलिए परमेश्वर ने जब आज्ञाओं को लिखा, ആരംഭത്തിൽ പ്രവൃത്തിയുടെ ഭാഗം എഴുതി. और सबसे पहले उसने काम के विषय में लिखा, നീ കൊല ചെയ്യരുത്, तुम हत्या मत करना, നീ മോഷ്ടിക്കരുത്, तुम चोरी मत करना, നീ വ്യഭിചാരം ചെയ്യരുത്. तुम व्यभिचार ना करना। അത് പ്രവൃത്തിയാണ്. और वो प्रवृत्ति है। മോഷണം പ്രവൃത്തിയാണ്. और वो काम करना है। കൊലപാതകം പ്രവൃത്തിയാണ്. हत्या करना काम करना है। വ്യഭിചാരം പ്രവൃത്തിയാണ്. व्यभिचार करना काम में आता है। പ്രവൃത്തി ഇങ്ങനെ ആയിരിക്കണം. और तुम्हारा काम इस प्रकार होना चाहिए। അടുത്തത് ചിന്താമണ്ഡലമാണ്. अगला सोच विचार की बातें। നീ കൂട്ടുകാരനുള്ളതൊന്നും മോഹിക്കരുത്. तुम अपने दोस्तों की बातों को उसके लालच मत करना। അവന്റെ ആടുമാടുകളെ മോഹിക്കരുത്. और उसके किसी बात को तू लालच मत करना। അവന്റെ ദാസനെയോ ദാസിയോ നീ उसके മോഹിക്കരുത്. दास को या दासी को तू लालच मत करना। അതവന്റെ ചിന്താമണ്ഡലത്തിലെ और ഭാഗമാണ്. उसके सोच विचार की बातें थी। അടുത്തതായി സംസാര മണ്ഡലമാണ്. अगला उसकी बातों में दिखाई पड़ा। അപ്പോൾ ദൈവം എന്തു പറയുന്നു? तब परमेश्वर क्या कहता है? നീ നിന്റെ സഹോദരനെതിരെ ദൂഷണം പറയരുത്. तुम अपने भाई के विरुद्ध में बुरी बातें ना നിന്റെ कहना। സഹോദരന് വിരോധമായി ദൂഷണം പറയരുത്. तुम अपने भाई के विरुद्ध में बुरी बातें ना कहना। ആ 5 പ്രമാണങ്ങൾ ഇങ്ങനെ പറയുക. वो 5 बातें इस प्रकार कहती हैं। ആറാമത്തേത് എന്താണ്? छठा क्या है? നിന്റെ അപ്പച്ചനെയും അമ്മയും നീ ബഹുമാനിക്കണം. तुम अपने माँ बाप को आदर करना। നിന്റെ ധർമ്മം നീ മറന്നുകളയരുത്. तुम्हारे धर्म को तुम भूलना मत। നീ നിന്റെ അപ്പനെയും അമ്മയും നീ तुम ബഹുമാനിക്കണം. अपने माता और पिता को आदर करना। അപ്പോൾ നീ ദൈവത്തോടുള്ള കൽപ്പന പാലിക്കുക.
तब तुम परमेश्वर के पास में जो आज्ञाएं दी हैं उसको पालन करते हो, നീ മനുഷ്യനോടുള്ള കൽപ്പനകൾ പാലിക്കുക, और जो मनुष्य के साथ में आज्ञाएं दी हैं उसको भी पालन करते हो, അതോടൊപ്പം തന്നെ നിന്റെ ധർമ്മം നീ ചെയ്യുക. और उसी के साथ साथ तुम अपने धर्म को भी पूरा करना. ഇങ്ങനെയാണ് ദൈവം 10 കമാൻഡ് കൊടുക്കുന്നത്. और इसी प्रकार परमेश्वर ने वो 10 आज्ञाएं दी. മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നു. मूसा पर्वत से नीचे उतर के आया. അപ്പോൾ പാളയത്തിലെ പാപം കണ്ടു. तब छावनी में उसने पाप को होते हुए देखा. മോശ ഭൂതലത്തിൽ വെച്ച് ഏറ്റവും വലിയ സൗമ്യനാണ്. और मूसा उस संसार में सबसे सुंदर व्यक्ति था, പക്ഷേ ആ പാവം അദ്ദേഹത്തിന് സഹിച്ചില്ല. लेकिन उस जगह में उसने पाप को सहन नहीं कर पाया. കോപത്തോടെ അദ്ദേഹം കൽപ്പന എടുത്ത് താഴ്വരയിൽ എറിഞ്ഞു പൊട്ടിച്ചു കളഞ്ഞു. और गुस्से में आके उसने वो पटियाओं को फेंक दिया. ദൈവം കൊടുത്ത കൽപ്പന എറിഞ്ഞു പൊട്ടിച്ചു. परमेश्वर ने उसको दिए हुए पट्टिकाएं उसने फेंक के तोड़ दिया. ആ കൽപ്പനകൾ ചിതറിപ്പോയി. और वो पट्टियां चितर बितर हो गई. എന്നാൽ മോശ അടങ്ങിയിരുന്നില്ല. लेकिन मूसा शांत न रहा. മോശ വീണ്ടും പർവ്വതത്തിലേക്ക് പോയി. मूसा फिर से पर्वत की ओर गया. 40 രാവും 40 പകലും യഹോവയുടെ സന്നിധിയിൽ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ഇരുന്നു. 40 रात और 40 दिन परमेश्वर की हजूरी में वो बिना खाना खाए बिना पानी पिए रहा. അപ്പോൾ ദൈവം ആവശ്യപ്പെടുകയാണ്, तब परमेश्वर इस बात को उससे आवश्यकता किया, മോശേ നീ മുൻപുള്ളതുപോലെ 2 കൽപ്പനകൾ ചെത്തിക്കൊണ്ടുവരിക. हे मूसा पहले के समान तू 2 पट्टिकाएं लेके आ जा. ഞാൻ അതിൽ നിനക്ക് എഴുതിത്തരാം. मैं उसमें तुम्हें लिख के दूंगा. ഒന്നാമത്തെ കൽപ്പനകൾ സ്വർഗത്തിൽ നിന്ന് വന്നതാണ്. और सबसे पहला जो पट्टिकाएं थी वो स्वर्ग से आया हुआ था. ആ കൽപ്പന മനുഷ്യന്റെ പാപനിമിത്തം ഭൂമിയിൽ എറിഞ്ഞു പൊട്ടിച്ചു. और वो कल्पनाएं मनुष्य के पाप के द्वारा वो भूमि पे गिरा के तोड़ दिया गया. രണ്ടാമത്തെ കൽപ്പനകൾ ഭൂമിയിൽ നിന്ന് വന്നതാണ്. और अगले जो पट्टिकाएं थी वो भूमि से आया हुआ था. ഈ ഒന്നാമത്തെ കൽപ്പനകൾ നമ്മുടെ കർത്താവായ യേശുവിന് തുല്യനാണ്. वो पहला जो पट्टिका है वो हमारे यीशु मसीह की तुलना है. ഓ അവൻ ഗോൽഗോത്തായിൽ എറിഞ്ഞ് തകർക്കപ്പെട്ടു പോയി. वो गोलगत्ता में वो फेंक के तोड़ दिया गया. മനുഷ്യന്റെ പാപനിമിത്തം അവൻ തകർന്നു പോയി. मनुष्य के पाप के लिए वो मार दिया गया. അവൻ തകർന്നപ്പോൾ ഭൂമിയിൽ നിന്ന് മറ്റൊരു കൽപ്പനയുണ്ടായി. और जब वो मार दिया गया तो भूमि से एक और कल्पनाएं उत्पन्न हुई. ആ കൽപ്പന എത്രേ പുതിയ നിയമസഭ. और वही पट्टिका है नए नियम की सभा. സ്വർഗത്തിലെ കൽപ്പനകൾ തകർന്നപ്പോൾ और स्वर्ग की जब पट्टिकाएं टूट गई तो ഭൂമിയിൽ നിന്നൊരു കൽപ്പന എഴുന്നേറ്റ് വന്നു. भूमि से एक पट्टिकाएं लिख के उठाई गई. പക്ഷേ ഒന്നാമത്തെ കൽപ്പനകൾ എഴുതിയ അതേ പ്രമാണം, लेकिन पहली पट्टिका में जो लिखी थी वही आज्ञाएं രണ്ടാമത്തെ കൽപ്പനയിലും ദൈവം എഴുതി ചേർന്നു. दूसरी पट्टिकाओं में भी परमेश्वर ने उसी प्रकार लिखा. കർത്താവായ യേശു എങ്ങനെയായിരിക്കുന്നുവോ അതുപോലെ സഭയായി തീരണം. और जिस प्रकार यीशु मसीह है उसी प्रकार सभा भी होके बदलना चाहिए. ഒന്നാമത്തെ കൽപ്പന എറിഞ്ഞു തകർത്തു കളഞ്ഞു. सबसे पहले पट्टिका फेंक के तोड़ दिया गया. ഇതാ രണ്ടാമത്തെ കൽപ്പന ഭൂമിയിൽ നിന്ന് എഴുന്നേറ്റ് വരികയോ. देखिए दूसरी पट्टिका इस संसार में से उत्पन्न हुई. പക്ഷേ ഒന്നാമത്തെ കൽപ്പനയുള്ള അതേ പ്രമാണം രണ്ടാമത്തെ കൽപ്പനയിൽ ഇപ്പോൾ എഴുതുകയോ. लेकिन पहली पट्टिका में जो बातें लिखी थी अभी वो दूसरी पट्टिका में जो पृथ्वी से आई है उसी में वही बातें लिखी है. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, इसलिए पौलुस इस प्रकार कहता है എല്ലാവരും യേശുവിന്റെ പൂർണ്ണത പ്രാപിക്കണം. हम सब लोग यीशु मसीह के पूर्णता को हासिल करें. ആ സ്വർഗത്തിലെ കൽപ്പന പോലെ തന്നെയായി തീരണം. और उस स्वर्ग की जो पट्टिकाएं हैं उसी प्रकार हम बदल जाएं. മോശ കൽപ്പനയുമായി ഭൂമിയിലേക്ക് വന്നു. और मूसा उस पट्टिका को लेके भूमि में आया. ജനമെല്ലാം ഭയപ്പെട്ട് നിൽക്കുകയാണ്. और सारे लोग बहुत ही भय से दिखाई पड़ മോശ रहे थे. ഉറച്ച ശബ്ദത്തിൽ വായിച്ചു കേൾപ്പിച്ചു. और मूसा ने बहुत ही ऊंचे शब्द में उनको सुनाया. എബ്രായ ഭാഷയിൽ വിളിച്ചു പറഞ്ഞു, और इब्रानी भाषा में उसने उसको बुला के सुनाया, ഇസ്രായേലേ നിങ്ങൾ കേട്ടുകൊള്ളുവീൻ, हे इस्राएलियों तुम सुन लो, നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് തരുന്ന കൽപ്പനയാണ്. तुम्हें परमेश्वर देने वाला ये आज्ञाएं हैं. ഞാനല്ലാതെ അന്യദൈവം നിനക്കുണ്ടാകരുത്. मेरे अलावा और कोई परमेश्वर तुम्हारे लिए न हो. നിങ്ങൾ യാതൊന്നിന്റെയും വിഗ്രഹത്തെ ഉണ്ടാക്കരുത്. और तुम किसी भी वस्तु की मूर्ति न बनाना. നിങ്ങൾ എന്റെ നാമം വൃഥാ എടുക്കരുത്. और मेरे नाम को व्यर्थ में न लेना. നിങ്ങൾ എന്നെ ശബത്ത് ദിവസം ലംഘിക്കരുത്. और मेरे शब्द के दिन को तुम व्यर्थ में न करना. നിങ്ങൾ കൊല ചെയ്യരുത്. तुम हत्या न करना. നിങ്ങൾ മോഷ്ടിക്കരുത്. तुम चोरी मत करना. നിങ്ങൾ വ്യഭിചാരം ചെയ്യരുത്. व्यभिचार न करना. നിങ്ങൾ ദൂഷണം പറയരുത്. बुरी बातों को न बोलना. നിങ്ങൾ മോഹിക്കരുത്. तुम दूसरों के बातों को നിങ്ങളുടെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. तुम अपने माँ बाप को आदर करना. മോശ ഇത് ഉറച്ച ശബ്ദത്തിൽ വായിച്ചു കേൾപ്പിച്ചു. और मूसा ने ऊंची आवाज के साथ इसको पढ़ के सुनाया. ഇസ്രായേൽ എല്ലാം അത് കേട്ടു.
इजरायलियों ने इस बात को सुना ഇസ്രായേലെല്ലാം കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു. और पूरे इजरायलियों ने अपने हाथ ऊंचा किया. ഓരോ കൽപ്പന വായിക്കുമ്പോഴും एक एक आज्ञाएं पढ़ते समय में അവർ ഏറ്റുപറഞ്ഞു, उन्होंने बोला ആമേൻ ആമേൻ, आमीन आमीन, അങ്ങനെ തന്നെ അങ്ങനെ തന്നെ. ऐसा ही हो ऐसा ही हो. ഈ വാക്ക് പറഞ്ഞ ശേഷം और इन बातों को बोलने के पश्चात മോശ രക്തമെടുത്തു. मूसा ने लहू दिया. മോശ കയ്യിൽ രക്തമെടുത്തു. मूसा ने अपने हाथों में लहू ആ लिया രക്തമെടുത്തിട്ട് കൽപ്പന ഈ ജനത്തിന്റെ മേൽ തളിച്ചു. और वो लहू लेके लोगों के ऊपर छिड़काया. ആ രക്തം ജനത്തിന്റെ മേൽ തളിച്ചു. और वो लहू लेके लोगों के ऊपर छिड़काया. ശേഷമുള്ള രക്തമെടുത്ത് കൽപ്പലകയിൽ തളിച്ചു. और वो लहू लेके उसने उस पट्टिकाओं के ऊपर छिड़काया. അതിനുശേഷം മോശ പറയുകയാണ്, और उसको करने के पश्चात मूसा इस प्रकार കേട്ടുകൊള്ളുവീൻ, हे इस्राएल तो सुन ले, യഹോവ നിങ്ങളോട് അരുളി ചെയ്ത यहोवा तुम्हारे लिए पश्चाताप करता है. ഈ കൽപ്പനയ്ക്ക് ഈ രക്തം അടയാളമാണ്. और ये कल्पनाएं उस बात के लिए चिन्ह है. അതുകൊണ്ട് ഈ രക്തത്തിന് നിയമത്തിന്റെ രക്തമെന്ന് പേര് പറയും. इसलिए ये कल्पना को नियम का कल्पना है करके नाम दिया गया. പുറപ്പാട് പുസ്തകം 24:6 വരുമ്പോൾ और व्यवस्था विवरण 24 के 6 में जब हम पढ़ते हैं അവിടേക്ക് വരുമ്പോൾ और वहाँ पे आते समय ഈ में വാക്കെടുത്ത് എഴുതിയിരിക്കും നമുക്ക് കാണാം. और इस बात को लिखा हुआ हम देखते हैं. ഇസ്രായേലിനോട് ദൈവം രക്തം ആവശ്യപ്പെടുകയാണ്. इजराइल से परमेश्वर लहू को मांगता है. മിസ്രൈമിൽ നിന്ന് രക്ഷപ്പെടാൻ കുഞ്ഞാടിന്റെ രക്തം വേണം. और मिस्र से छुड़ाने के लिए मेमने के लहू की आवश्यकता है. പാപം ചെയ്യുന്ന ഭാവിയുടെ പ്രായശ്ചിത്തത്തിന് രക്തം വേണം. और पाप करने वाले मनुष्य के छुटकारे के लिए लहू आवश्यकता है. കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തിന് രക്തം വേണം. कोड़ी के छुटकारे के लिए लहू की आवश्यकता है. നിയമ കൽപ്പനകളെ ഉറപ്പിക്കുവാൻ രക്തം വേണം. और नियम के उस पट्टिकाओं को स्थिर करने के लिए लहू की आवश्यकता है. ഇസ്രായേലിനോട് രക്തം ആവശ്യപ്പെട്ടത് इजराइल से लहू की मांग किया, അവരുടെ വീണ്ടെടുപ്പിന് വേണ്ടിയാ. उनके छुटकारे के लिए था. ഇസ്രായേലിന് ഒരു പ്രധാന ദിവസമുണ്ട്. इजराइल में एक प्रधान दिन है. 7-ാം ദിവസം 10-ാം തീയതി. 7वां दिन 10वां दिन. അതിനെ വീണ്ടെടുപ്പിന്റെ ദിവസം എന്നാണ് ബൈബിൾ പറയുന്നത്. और वो छुड़ाने का या जीतने का दिन बाइबल कहती है. വീണ്ടെടുപ്പിന്റെ ദിവസം എന്നാണ് പറഞ്ഞത്. छुटकारे का दिन करके बाइबल कहती है. ആ വീണ്ടെടുക്കപ്പെടുന്ന ദിവസം. वो छुटकारे का दिन. അന്ന് പുരോഹിതൻ അന്തർമന്ദിരത്തിൽ പോകും. और वहाँ पे याजक अति पवित्र स्थान में जाता है. ആണ്ടിൽ ഒരിക്കൽ മാത്രം. साल में सिर्फ एक बार. അത് 7-ാം മാസം 10-ാം തീയതിയാണ്. और वो 7वें महीने में 10वें दिन है. പ്രാകാരത്തിൽ അറുക്കുന്ന മൃഗത്തിന്റെ രക്തം और वो अंदर बलि चढ़ाने वाला जानवर का जो लहू है പുരോഹിതൻ കയ്യിലെടുക്കും. याजक अपने हाथ में लेता है. അതിനുശേഷം അവൻ സമാഗമന കൂടാരത്തിന്റെ അന്തർമന്ദിരത്തിൽ പോകും. उसके बाद वो अति पवित्र स्थान के अंदर प्रवेश करता है. അവൻ ആ രക്തം കൊണ്ടുപോയി 7 പ്രാവശ്യം കൃപാസനത്തിൽ തളിക്കും. और वो 7 बार उस लहू को लेके उस कृपा के आसन में छिड़काता है. അതിന് വീണ്ടെടുപ്പിന്റെ രക്തമെന്നാണ് പറയുന്നത്. और वो छुटकारे का लहू करके बोला गया ആ है. ഒരു വർഷത്തേക്കുള്ള വീണ്ടെടുപ്പിന്റെ രക്തമാണ്. और साल में छुटकारे के लिए एक बार दिया गया ആ लहू ഒരു है. വർഷത്തേക്ക് ജനം വീണ്ടെടുക്കപ്പെട്ടു. उस एक साल के लिए परमेश्वर के लोग छुड़ाए गए ഇങ്ങനെ हैं. 5 സ്ഥലത്ത് ദൈവം ഇസ്രായേലിനോട് രക്തം ആവശ്യപ്പെട്ടു. ऐसे 5 स्थान में परमेश्वर ने इजरायलियों से लहू की मांग की. 1500 വർഷത്തോളം ന്യായപ്രമാണ യുഗമുണ്ടായി. 1500 साल पहले न्याय का युग था. 1500 വർഷവും ഇസ്രായേൽ ഇതുപോലെ ചെയ്തിരുന്നു. 1500 साल पहले तक इजरायली लोग इसी प्रकार करते थे. മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ രക്തം വേണം. मिस्र से छुटकारे के लिए लहू की आवश्यकता है. പാളയത്തിൽ ആരെങ്കിലും പാപം ചെയ്തു പോയാൽ പ്രായശ്ചിത്തത്തിന് രക്തം വേണം. छावनी में अगर किसी व्यक्ति ने पाप किया तो उसके प्रायश्चित के लिए लहू की ഒരു आवश्यकता है. കുഷ്ഠരോഗി ശുദ്ധീകരിക്കപ്പെട്ടവനായി പാളയത്തിൽ വരുവാൻ രക്തം വേണം. एक कोड़ी अगर शुद्ध होकर वापस आना है तो उसके लिए लहू की आवश्यकता है. ദൈവം കൊടുത്ത പ്രമാണം ഉറപ്പിക്കേണ്ടതിന് അതിന്റെ മേൽ രക്തം തളിക്കണം. परमेश्वर की दी हुई आज्ञाओं को स्थिर करने के लिए उसमें लहू छिड़काना जरूरी है. ആണ്ടുതോറും വീണ്ടെടുപ്പിനായി രക്തം ചൊരിയണം. और ऐसे समय बीतते दिनों तक भी वो लहू की आवश्यकता है. ഇങ്ങനെയായിരുന്നു പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേലിനോട് രക്തം ആവശ്യപ്പെട്ടത്. और इसी प्रकार परमेश्वर ने पुराने नियम के समय में इजरायलियों से लहू चाहा. എന്നാൽ ഇന്ന് പുതിയ നിയമസഭയിൽ അങ്ങനെ ഒരു രക്തച്ചൊരിച്ചിലില്ല. लेकिन इस समय में नए नियम के समय में ऐसे लहू की आवश्यकता नहीं है. ആദ്യമായി രക്തം ചൊരിഞ്ഞത് ദൈവമാണ്. सबसे पहले लहू बहाने वाला परमेश्वर ही था. അവസാനമായി രക്തം ചൊരിഞ്ഞത് ദൈവമാണ്. और आखिरी में लहू बहाने वाला
वाला भी परमेश्वर ही है। അവസാനമായി രക്തം ചൊരിഞ്ഞത് ആരുടേതാണ്? और सबसे बाद में या आखिर में लहू बहाया നമ്മുടെ किसका? കർത്താവായ യേശുവിന്റേതാണ്. हमारा प्रभु यीशु मसीह का। യേശുവിന്റെ രക്തം ഭൂമിയിൽ വീണു. यीशु मसीह का लहू इस संसार में गिर गया। കർത്താവായ യേശുവിന്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമനം യാദൃശ്ചികമായിരുന്നില്ല. और यीशु मसीह का इस संसार में आना एक व्यर्थ बात नहीं था। യേശു മനുഷ്യാവതാരം എടുക്കുന്നതിന് മുൻപ് തന്നെ और जब यीशु मसीह मनुष्य का अवतार लिया उससे पहले ही യേശു അനുഭവിക്കേണ്ട കഷ്ടങ്ങളെ കുറിച്ച് യേശുവിന് അറിയാമായിരുന്നു. यीशु मसीह को जो भी शरीर में क्लेश उठाना था उसके बारे में वो जानता था। അവൻ ഓരോ ദിവസവും ഗോൽഗോത്തായിലേക്ക് അവന്റെ കാലടി വെച്ചുകൊണ്ടേയിരുന്നു. वो एक एक दिन गोलगत्था में अपना पांव ऐसे चलता गया। യേശുവിനറിയാം മുഴു മാനവരാശിയുടെയും പാവം അവൻ ചുമക്കണം. यीशु मसीह को पता था कि पूरे मनुष्य जाति का पाप उसको अपने ऊपर उठाना है। എല്ലാവരുടെയും അകൃത്യം പിതാവ് അവന്റെ മേൽ ചുമത്തുമെന്ന് അറിയാമായിരുന്നു. और सबका पाप परमेश्वर उसके ऊपर डालने वाला है, ये वो भली भांति जानता था। അപ്രകാരം യേശു ലോകത്തിലേക്ക് വന്നു. और तभी यीशु मसीह संसार में आता है। യേശു ഒരിക്കൽ ഏറ്റുപറയുകയാണ്, यीशु मसीह एक बार इस प्रकार कहता है, പിതാവേ ഞാൻ ലോകത്തിലേക്ക് വന്നപ്പോൾ हे पिता जब मैं इस संसार में आया तो നീ ഹനനയാഗങ്ങളും വഴിപാടും ഇച്ഛിച്ചില്ലല്ലോ. और इस प्रकार के बलि और यज्ञ मैंने नहीं चाहा। നീ സർവാംഗ ഹോമയാഗങ്ങളിൽ പ്രസാദിച്ചില്ലല്ലോ. और तू सर्वांग होम में या बलियों में तूने प्रसन्न न हुआ। ഇല്ലെങ്കിൽ ഞാൻ നിനക്കത് തരാമായിരുന്നു. नहीं तो मैं तुझे वो दे देता। എന്നാൽ നീ എനിക്ക് ഒരു ശരീരം തന്നിരിക്കുന്നു. नहीं तो तुमने मुझे एक शरीर दिया है। കർത്താവായ യേശുവിന് പിതാവ് ഒരു ശരീരം കൊടുത്ത് പിതാവ് യേശുവിനെ ലോകത്തിലേക്ക് അയച്ചു. प्रभु यीशु मसीह को परमेश्वर ने एक शरीर दे के ही इस संसार में भेजा യേശു था। ഒരു ശരീരവുമായി ലോകത്തിൽ വന്നു. यीशु मसीह एक शरीर के साथ इस संसार में आया था വചനം ജഡമായി തീർന്നു. और वचन जड़ होके बदल गया। യേശു ഓരോ ദിവസം കഴിയുന്തോറും और यीशु मसीह एक एक दिन पूरा करते समय യേശുവിന്റെ കാലടികൾ ഗെത്സമനിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായി. यीशु मसीह का पांव गत्समनी की ओर जाता रहा। അന്തിമാത്താഴത്തിന്റെ നിമിഷമായി. और आखिरी भोज के दिन तक യഹൂദന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാളാണ് ആ അന്തിമാത്താഴം. और यहूदियों को सबसे बड़ा पर्व का दिन वही था, वो जो अंतिम भोज था। പെസഹ പെരുന്നാളിന്റെ ദിനമായി. और फसह के मेमने का दिन था। എല്ലാ ഇസ്രായേൽ കൂടാരങ്ങളിലും അതിന്റെ പെരുന്നാൾ ഒരുക്കങ്ങൾ നടക്കുകയാണ്. और पूरे इजराइल में उसकी तैयारियां चल रही थी। നമ്മുടെ കർത്താവായ യേശുവിന്റെ പെസഹായുടെ അവസാന പെസഹ പെരുന്നാളാണ്. हमारे यीशु मसीह का वो सबसे आखिरी का फसह का दिन था। എല്ലാവരും നിരനിരയായിരുന്നു. और सब लोग पांति बांधे बैठे थे। ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. परमेश्वर के पवित्र नाम की स्तुति हो। നാം ഇന്ന് ആ അന്തിമ അത്താഴത്തിന്റെ ഓർമ്മയായി തിരുവത്താഴം നടത്താറുണ്ട്. हम भी इन दिनों में वो आखिरी फसह के दिन को याद करने के लिए उस प्रभु भोज को लेते हैं। പക്ഷേ നാം നടത്തുന്നതിനേക്കാൾ കുറെ വ്യത്യസ്തപ്പെട്ടതാണ് അവരുടെ പെസഹ. लेकिन हम जो चलाने वाला प्रभु भोज है उससे भी बहुत बढ़ के और बहुत महत्वपूर्ण था उनका वो दिन। ആ പെസഹായുടെ ദിനത്തിൽ അവിടെ കൂടുന്ന എല്ലാവരുടെയും കാൽപാദങ്ങൾ കഴുകണം. और वो फसह के दिन वहाँ पे इकट्ठा होने वाले हर एक लोगों के पांव धोया जाना चाहिए। യേശുവും 12 ശിഷ്യന്മാരുമാണ്. यीशु मसीह और 12 चेले യു ആകൃതിയിലുള്ള ഒരു ടേബിളാണ്. और यू के प्रकार का एक वहाँ पे मेज था। അവർ നടത്തുന്ന ആ അന്തിമാത്താഴം യു ആകൃതിയിൽ ഭൂമിയിൽ നിന്ന് ഒരടി പൊക്കമുള്ള ഒരു ടേബിളാണ്. और वहाँ पे चलाने वाला जो वो अंतिम भोज था उसके लिए यू के आकार का 1 फुट जमीन से ऊंचा किया हुआ वहाँ पे वो मेज था। അവരിങ്ങനെ ഇടത് കൈ കുത്തി കാലുകൾ പുറകിലേക്ക് വെച്ചാണ് ഈ അന്തിമ അത്താഴത്തിൽ പങ്കെടുക്കുന്നത്. और वो अपने बाएं हाथ को ऐसे रखते हुए इस अंतिम भोज में भाग लेते थे। പക്ഷെ അവർക്കിടയിൽ ഒരുവൻ കാല് കഴുകണം. लेकिन वहाँ पे उनके बीच में एक व्यक्ति को उनके पैर धोना था। ദാസന്മാരായ ഒരുവൻ എഴുന്നേറ്റ് കാല് കഴുകണം. और दास होके एक व्यक्ति उनका पांव को धोना चाहिए। അന്തിമ അത്താഴ സമയമായി. और आखिरी भोज का समय निकट आ गया। കാൽപാദം ആര് കഴുകണം? और उनके पांव कौन धोना चाहिए? അവരുടെ കൂട്ടത്തിൽ ആരും ദാസന്മാരില്ല. और उनके बीच में कोई भी दास न था। കുറെ നാളുകൾക്ക് മുൻപ് और कई दिनों के पहले യേശു അവരോട് പറഞ്ഞു, यीशु मसीह उनसे यूं कहता നിങ്ങൾ था, 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ ഭരിക്കും. तुम इजराइल के 12 सिंहासन पे बैठ के 12 गोत्रों पे जब तुम राज करोगे। അന്നു മുതൽ ഇവരുടെ മനസ്സിലെ ഈ സിംഹാസനമാണ് ഇരിക്കുന്നത്. और उस दिन से लेके इनके हृदयों में वो सिंहासन बैठा हुआ था। അതുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ ആരും ദാസന്മാരില്ല. इसलिए उनके बीच में कोई भी दास होके ना दिखाई पड़ा।
പത്രോസ് പറഞ്ഞു യോഹന്നാൻ കഴുകട്ടെ. पत्रोस ने इस प्रकार बोला, यूहन्ना को धोने दो। യോഹന്നാൻ പറഞ്ഞു അന്ത്രയോസ് കഴുകട്ടെ. यूहन्ना ने कहा, अंद्रियोस को धोने दो। അന്ത്രയോസ് പറഞ്ഞു പീൽപ്പോസ് കഴുകട്ടെ. अंद्रियोस ने कहा, फिलिप्पोस धोने दो। പീൽപ്പോസ് പറഞ്ഞു യോഹന്നാൻ കഴുകട്ടെ. फिलिप्पोस ने कहा, यूहन्ना को धोने दो। എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നു. ऐसे एक दूसरे को वो देखते रहे। ആ കൂട്ടത്തിൽ ആരും ദാസനില്ല. उसमें से कोई भी दास नहीं है। അവസാനം യേശു എഴുന്നേറ്റു. आखिरी में यीशु मसीह उठ गया। യേശു തന്റെ നിലയങ്കി ഊരി വെച്ചു. यीशु मसीह ने अपना वस्त्र को ऐसे निकाल ഒരു के रख दिया। തോർത്തെടുത്ത് അരയിൽ ചുറ്റി. उन्होंने एक वस्त्र को अपने कमर में बांध लिया ഒരു പാത്രവുമായി ശിഷ്യന്മാരെ അടുക്കൽ ചെന്നു. और एक कटोरा लेके वो शिष्यों के पास അവരുടെ गया। കൈകാലുകൾ വിറയ്ക്കുവാൻ തുടങ്ങി. उनके हाथ पैर कांपने लगे ഓരോരുത്തരുടെയും കാൽപാദങ്ങൾ തന്റെ ഇടത് കൈയിൽ തൂക്കി പൊക്കി വെച്ചു. और एक एक के पांव को उनके दाहिने हाथ में ऐसे उठा लिया വലത് കൈകൊണ്ട് വെള്ളം കോരി ആ കാലിലേക്ക് ഒഴിച്ചു. और अपने दाहिने हाथ से पानी उठा के उनके पांव में डालने लगा ഒരു ദാസനെ പോലെ ആ കാലുകൾ കഴുകി. और एक दास के समान वो उनके पांव को धोने लगा അരയിൽ ചുറ്റിയ തുണി അഴിച്ചു. और उसके कमर में जो कपड़ा लपेटा हुआ था उसको उतारा പാദങ്ങൾ അതുപോലെ തുടച്ചു. और उनके पांव को पोंछ डाला ഇടയ്ക്ക് ഇങ്ങനെ ചോദിച്ചു, और बीच में उसने ऐसा पूछा, നിങ്ങൾ എന്നെ എന്താണ് വിളിക്കുന്നത്? तुम मुझे किस प्रकार पुकारते हो? നിങ്ങൾ എന്നെ എന്താണ് വിളിക്കുന്നത്? तुम मुझे क्या पुकारते हो? അവർ പറഞ്ഞു ഗുരു എന്നാണ് വിളിക്കുന്നത്. उन्होंने इस प्रकार कहा, हम तो तुझे गुरु बुलाते हैं। ഗുരുവും കർത്താവുമായ ഞാനാണിത് ചെയ്തെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളേ. गुरु परमेश्वर हो के मैं आपके लिए ये किया है, आप ध्यान करना। ശിഷ്യന്മാരുടെ ഉള്ളം വിറച്ചുപോയി. शिष्यों के अंदर मन कांप उठे। പത്രോസ് തന്റെ കാല് കഴുകാൻ സമ്മതിച്ചില്ല. पत्रोस ने अपने पांव धोने के लिए अनुमति ना दिया। അപ്പോൾ പറഞ്ഞു, പത്രോസേ, ഞാൻ കഴുകുന്നില്ലെങ്കിൽ നീ എന്നോടുകൂടെ പങ്കു പ്രാപിക്കത്തില്ല. तब पत्रोस से यीशु मसीह ने इस प्रकार बोला, हे पत्रोस, अगर मैं तुम्हारे पांव ना धोऊं तो तेरा मेरे साथ कोई संग नहीं है। നമ്മുടെ ഭാരതത്തിലെ പ്രഗത്ഭനായ നമുക്ക് അഭിമാനമായൊരു മഹർഷിയായിരുന്നു സ്വാമി വിവേകാനന്ദൻ. हमारे भारत देश में एक बहुत ही नेक और बहुत बड़े व्यक्ति थे या गुरु थे, वो स्वामी विवेकानंद थे। അദ്ദേഹം ഒരു നാളിൽ അമേരിക്കയിലെ ഒരു സർവമത സമ്മേളനത്തിൽ പോയി പ്രസംഗിച്ചു. एक बार उन्होंने अमेरिका में जाके एक सम्मेलन में इस प्रकार बोला। തന്റെ പ്രഭാഷണ വിഷയം ഭാരതത്തിന്റെ ധർമ്മം എന്നുള്ളതായിരുന്നു. उनका प्रचार करने का विषय भारत का धर्म। ലോകത്തിലെ ഒരുപാട് മഹാന്മാർ വന്നിരിക്കുക. और उस संसार से कई सारे महान लोग वहाँ पे एकत्रित हुए थे। തന്റെ പ്രഭാഷണ വേളയിൽ താൻ പറഞ്ഞു, ക്രിസ്ത്യാനികൾ രണ്ടു ഭാഗമുണ്ട്. और उन्होंने प्रचार में इस प्रकार बोला कि मसीही लोग दो भाग में हैं। അപ്പോൾ അമേരിക്കക്കാരും യൂറോപ്പിലും ഒക്കെ ഞെട്ടിപ്പോയി, സ്വാമി എന്താണ് ഈ പറയുന്നത്? और तब वहाँ पे जो बैठे अमेरिका से जो लोग थे और यूरोप से जो लोग आए थे वो बहुत ही अचंभित हुए। സ്വാമി പറഞ്ഞു, രണ്ട് രീതിയിലുള്ള ക്രിസ്ത്യാനികളുണ്ട്. स्वामी तो इस प्रकार कहता है कि इस संसार में दो प्रकार के मसीह लोग हैं। ഒന്ന് പാരമ്പര്യ ക്രിസ്ത്യാനികൾ. एक तो पारंपरिक तौर से आने वाले मसीह लोग, അവർ പാരമ്പര്യമായി ക്രിസ്തീയ പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്നവരാണ്. और एक तो वो जो परंपरा से वो उसमें पले बड़े हैं। അത് പാരമ്പര്യമായി അവർക്ക് കിട്ടിയ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തുടർന്നു പോയിക്കൊണ്ടേയിരിക്കുന്ന और उनकी ക്രിസ്ത്യാനി. परंपरा में जो उनको मिला है वो लगातार उस बात में वो आगे बढ़ते रहते हैं। എന്നാൽ രണ്ടാമത് ജന്മം കൊണ്ട് ക്രിസ്ത്യാനിയല്ല, പക്ഷെ യേശുവിൽ വിശ്വസിച്ച് യേശുവിനെ അനുഗമിച്ച ക്രിസ്ത്യാനി. लेकिन दूसरा वो जन्म से मसीह नहीं है, लेकिन यीशु मसीह को जानने के बाद उसमें विश्वास करने के बाद बना हुआ मसीह। അത് കേട്ടപ്പോ ഇംഗ്ലീഷുകാർ ഞെട്ടിപ്പോയി. तब वहाँ पे बैठे हुए अंग्रेज एकदम अचंभित हो गए। ഇത് എന്തൊരറിവടാ, ये क्या ज्ञान है? നമുക്ക് പോലും അറിയാത്ത അറിവ് സ്വാമിക്ക് അറിയാമോ? हमें भी ऐसा ज्ञान नहीं है। ये इस गुरु को ऐसे ज्ञान है। അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാമധേയ ക്രൈസ്തവർക്ക് പാരമ്പര്യ ക്രിസ്ത്യാനിക്കല്ല സ്വർഗം, യേശുദേവനെ ഫോളോ ചെയ്ത് അപ്രകാരം ജീവിക്കുന്ന ക്രിസ്ത്യാനിക്കാണ് സ്വർഗം. तब उन्होंने इस प्रकार उनको ऐसा बोला कि परंपरा में जो विश्वास करते हैं और उसके पीछे हो लेते हैं, ऐसे मसीहियों को वो स्वर्गराज नहीं मिलेगा, लेकिन जो मसीह के पीछे हो लेते हैं उनको वो स्वर्गराज मिलेगा। തന്റെ അന്ത്യനാളുകൾ അടുത്തപ്പോൾ जब उनके अंतिम दिन आ पहुंचे, ഒരു ദിവസം താൻ തന്റെ ശിഷ്യന്മാരുടെ വിരുന്നുശാലയിലേക്ക് പോയി. एक दिन वो अपने शिष्यों के साथ वो जगह में जा पहुंचता है। ആ വിരുന്നുശാലയിൽ ചെല്ലുമ്പോൾ और वहाँ पे जाने के बाद എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. सब लोग उठ के खड़े हो गए ഉടനെ അദ്ദേഹം ഒരു ഭക്ഷണപാത്രവുമായി അവർക്ക് ഭക്ഷണം വിളമ്പാൻ പോയി. और तुरंत ही वो एक बर्तन में भोजन लेके उनको भोजन देने के लिए ഉടനെ गया। ഒരു ശിഷ്യൻ എഴുന്നേറ്റ് പറഞ്ഞു, ഗുരു പ്ലീസ് അങ്ങ് അങ്ങനെ ചെയ്യരുതേ എന്ന് പറഞ്ഞു. और तुरंत ही एक शिष्य उठ के उनसे ऐसा बोलने लगा, हे गुरु, तू हमारे साथ ऐसा ना അങ്ങ് कर, ഞങ്ങളുടെ ഗുരുവല്ലേ, आप तो हमारे गुरु हैं, ഞങ്ങളല്ലേ അങ്ങക്ക് ചെയ്തു തരേണ്ടത്.
हम तो आपके लिए इस प्रकार करना चाहिए। പിന്നെ താൻ ആ ഭക്ഷണപാത്രം താഴെ വെച്ചു. तब उन्होंने उस खाने के बर्तन को नीचे താൻ रखा। ഇങ്ങനെ ചോദിച്ചു. उन्होंने इस प्रकार पूछा, യേശുദേവൻ തന്റെ ശിഷ്യന്മാരുടെ കാൽപാദങ്ങളെ കഴുകിയെങ്കിൽ എനിക്ക് എന്റെ ശിഷ്യന്മാർക്ക് ആഹാരം വിളമ്പി കൊടുത്തുകൂടെ? यीशु मसीह ने जब अपने चेलों के पांव धोए हैं तो क्या मैं अपने चेलों को भोजन न दूं? അപ്പോൾ അവർ ഞെട്ടിപ്പോയി. तब वो बहुत ही अचंभित हो गए। നമ്മുടെ കർത്താവായ യേശു ശിഷ്യന്മാരുടെ കാൽപാദം കഴുകി. हमारा प्रभु यीशु मसीह ने अपने चेलों के पांव को धो लिया। നിങ്ങൾ എന്നെ എന്ന് വിളിക്കുന്നു? तो मुझे क्या पुकारते हो? അവർ പറഞ്ഞു ഗുരു എന്നാണ് വിളിക്കുന്നത്. उन्होंने ऐसा कहा, हम गुरु करके पुकारते हैं। ഗുരുവും കർത്താവുമായ ഞാനാണ് ഇത് ചെയ്യുന്നത്. गुरु और परमेश्वर होकर मैं ये बातों को तुम्हारे साथ നമ്മുടെ करता हूँ। യേശുവിന്റെ മാർഗം ഹംബിൾ എളിമത്തത്തിന്റെ മാർഗമാണ്. हमारा यीशु मसीह का मार्ग हलीमी का मार्ग है। യേശു അന്തിമ അത്താഴത്തിൽ സ്ലീഹന്മാരുടെ കാലുകൾ കഴുകി. यीशु मसीह उस अंतिम बैठक में या भोज में अपने चेलों को पांव को धो दिया। അതിനുശേഷം അവൻ അപ്പം എടുത്തു. उसके बाद उसने रोटी लिया യഹൂദന്റെ ആചാരമനുസരിച്ച് പ്രാർത്ഥിച്ചു. और यहूदियों के वो रीति के अनुसार उसने प्रार्थना किया। അവൻ ആ അപ്പം മുറിച്ചു. उसने वो रोटी को तोड़ा, ശിഷ്യന്മാരുടെ നേരെ വെച്ച് നീട്ടി. शिष्यों के सामने उसने बढ़ा दिया। ഇത് വാങ്ങി ഭക്ഷിപ്പീൻ. इसको लो और खा लो, ഇതെന്റെ ശരീരമാണ്. ये मेरा शरीर है। എന്റെ ശരീരം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നിത്യജീവനില്ല. मेरे शरीर को अगर तुम नहीं खाते और मेरे लहू को अगर तुम नहीं पीते तो तुम्हें नित्य जीवन नहीं है। അതിനുശേഷം അവൻ പാനപാത്രം എടുത്തു. उसके बाद उसने लहू कटोरा उठाया, അവൻ പിതാവിന്റെ മുൻപിൽ വെച്ച് പ്രാർത്ഥിച്ചു. उसने पिता की ओर देख के प्रार्थना किया। അതിനുശേഷം ശിഷ്യന്മാരുടെ നേരെ വെച്ച് നീട്ടി. उसके बाद शिष्यों के सामने उसको बढ़ाया, ഇത് വാങ്ങി കുടിപ്പി. इसको लेके पियो, ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്ന പുതിയ നിയമത്തിന്റെ രക്തമാണ്. ये अनेक लोगों को दिया हुआ नया नियम का लहू है। പഴയ നിയമത്തിന്റെ രക്തം നമ്മൾ മുമ്പേ ചിന്തിച്ചല്ലോ. पुराने नियम के लहू के बारे में हमने थोड़ी देर पहले ध्यान किया था। മോശയ്ക്ക് കൊടുത്ത ന്യായപ്രമാണം ഭൂമിയിൽ ഉറപ്പിക്കേണ്ടതിന് അതിൽ രക്തം തളിക്കണമായിരുന്നു. मूसे को दिया हुआ जो आज्ञाएं थी उसको स्थिर करने के लिए उस पे लहू छिड़काया जाना था। സ്വർഗത്തിൽ നിന്നൊന്ന് യേശു പറഞ്ഞ ഓരോ വാക്കും ഭൂമിയിൽ ഉറപ്പിക്കേണ്ടതിന് യേശുവിന്റെ രക്തം ഭൂമിയിൽ തളിക്കേണ്ടിയിരുന്നു. और स्वर्ग से दिया हुआ एक एक बातें यीशु मसीह उसको स्थिर करने के लिए वहाँ पे यीशु मसीह का लहू भूमि पे छिड़काया जाना था। അന്തിമാത്താഴത്തിന് ശേഷം അവർ എഴുന്നേറ്റു. और उस अंतिम भोज के बाद में सब लोग उठ खड़े हुए। വഞ്ചകനായ യൂദ പിശാചിന്റെ പിടിയിൽപ്പെട്ടു. और जो धोखा देने वाला यूदास था वो शैतान के धोखे में आ गया। അവൻ അവന്റെ ദോഷപ്രവൃത്തിക്കായി ഓടിപ്പോയി. उसने अपने बुरे काम के लिए दौड़ के चला गया। യേശു അവിടെ നിന്ന് എഴുന്നേറ്റു. वहाँ पे यीशु मसीह उठ खड़ा हुआ 11 സ്ലീഹന്മാർ തന്നോടുകൂടെയുണ്ട്. और 11 चेले उसके साथ हैं। യേശു കിദ്രോൻ തോട് കടന്നു. यीशु मसीह किद्रोन की ओर गया। യേശു ഒലിവുമല കയറി. यीशु मसीह ओलिव पहाड़ के ऊपर गया। യേശു ഗെത്സമനിയിലേക്ക് പോകുക. यीशु मसीह गेत्सेमनी की ओर जाता है। യോഹന്നാന്റെ സുവിശേഷം 13 തുടങ്ങി 19 വരെയുള്ള വാക്യങ്ങൾ അധ്യായങ്ങൾ അവിടെയാണ് പറയുന്നത്. यूहन्ना 13 अध्याय से लेके 29 अध्याय तक हम इस प्रकार पढ़ते हैं। അപ്പോൾ യേശു തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു, तब यीशु मसीह मुड़ के इस प्रकार उनसे बोला, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. तुम्हारा हृदय व्याकुल न हो। ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. मैं तुम्हें अनाथ होके नहीं छोड़ूंगा। ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങൾ ജീവിക്കുന്നു. मैं जीवित हूँ इसीलिए तुम भी जीवित हो। ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരും. मैं तुम्हारे पास वापस लौट के आऊंगा। നിങ്ങൾ എന്റെ നാമത്തിൽ എന്ത് യാചിച്ചാലും എന്റെ പിതാവ് നിങ്ങൾക്ക് തരും. तुम मेरे नाम से जो भी कुछ मांगते हो मेरा पिता उसको तुम्हें दे देगा। നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. तुम्हारा हृदय कभी व्याकुल न हो। ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങൾ എന്റെ കൊമ്പുകളുമാണ്. मैं वो दाख हूँ और तुम मेरी डालियां हो। എന്റെ പിതാവിന്റെ രാജ്യത്തിൽ ഒരുപാട് കൊട്ടാരങ്ങളുണ്ട്. और मेरे पिता के राज्य में बहुत सारे भवन हैं। ഒരുപാട് കൊട്ടാരങ്ങളുണ്ട്. बहुत सारे भवन हैं। എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു കൊട്ടാരം ഒരുക്കാൻ പോവുകയാണ്. लेकिन मैं तुम्हारे लिए एक जगह को तैयार करने जाता हूँ। ഞാൻ പോയ ശേഷം വീണ്ടും മടങ്ങി വരാം. मैं जाने के बाद दोबारा लौट के आऊंगा। ശിഷ്യന്മാരുടെ ഉള്ളം വിറയ്ക്കുകയാണ്. शिष्यों का अंदर मन कांप उठा। ഈ ഗുരു എന്താണ് പറയുന്നത്? ये गुरु क्या कहता है? ഗുരു തന്നെ വിട്ടുപോവുകയാണ്. गुरु हमें छोड़ के जा रहा है। ഇതാ ഗുരു ഗെത്സമനിയിലേക്ക് പോയി. देखो गुरु गेत्सेमनी की ओर जा रहा है। അതൊരു പുരാതനമായ ഒലിവ് തോട്ടമാണ്. और वो पुराने एक समय का वो एक अंगूर का बागीचा था। ഗെത്സമന എന്ന വാക്കിന്റെ അർത്ഥം गेत्सेमनी बाग का अर्थ क्या है? എണ്ണച്ചക്കെന്നാണ്.
और वो तेल निकालने वाला जगह, ആ എണ്ണ ആട്ടിയെടുക്കുന്ന സ്ഥലമാണ്. और तेल निकालने वाला जगह है. പ്രവാചകൻ പറഞ്ഞു, ഞാൻ ഏകനായി ചക്ക് ചവിട്ടി. और भविष्यवक्ता कहता है कि मैंने तो उसके ऊपर पांव रख दिया. യേശു ഗെത്സമനേക്കുള്ളിലേക്ക് പോയി. यीशु मसीह गत्सेमने की ओर जाता है. 3 സ്ത്രീകന്മാർ തന്നോടുകൂടെ ഉള്ളിലേക്ക് പോയി. और तीन लोग उसके साथ साथ अंदर जाते हैं. ശേഷമുള്ളവർ പുറത്തു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. और बाकी लोग पीछे प्रार्थना कर रहे थे. പത്രോസ് തന്നോടുകൂടെയുണ്ട്. पत्रोस उसके साथ में है. യോഹന്നാൻ തന്നോടുകൂടെയുണ്ട്. यूहन्ना उसके साथ में है. യാക്കോബ് തന്നോടുകൂടെയുണ്ട്. याकूब भी उसके साथ में है. അവർ 3 പേരും ഒരു വൃക്ഷച്ചോട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. वो तीन एक वृक्ष के नीचे बैठ के प्रार्थना कर रहे हैं. യേശു ഒരു കല്ലേറ് ദൂരത്തിൽ പോയി. यीशु मसीह एक पत्थर फेंकने की दूरी के पास गया. ഒരു ബാലൻ ഒരു ചരൽ കഷ്ണം എടുത്തെറിഞ്ഞാൽ എന്തു ദൂരം പോകുമോ അത്രയും ദൂരം യേശു പോയി. एक बालक एक कंकड़ लेके कितनी दूर फेंक सकता है, उतनी ही दूर जाके वो बैठा. യേശു ഭൂമിയിലേക്ക് കമന്നു കിടന്നു. यीशु भूमि के ऊपर लेट गया. ഒരു സുവിശേഷകൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. एक लिखने वाला इस प्रकार लिखता है. അവൻ പിതാവിനോട് ആവശ്യപ്പെട്ടു. वो पिता से इस प्रकार मांग करता है, പിതാവേ, हे पिता, ഈ പാനപാത്രം ഒന്ന് ഒഴിവാക്കി തരാമോ? ये कष्ट का कटोरा क्या तू मुझसे हटा सकता है? ഇടതുഭാഗത്തേക്ക് നോക്കി, वो अपने दाहिनी ओर देखता है. പിതാവേ, हे पिता, ഈ നാഴിക ഒന്ന് ഒഴിവാക്കി തരാമോ? നാഴിക ടൈം, ये समय क्या तू हटा सकता है? ഈ സമയം ഒന്ന് ഒഴിവാക്കി തരാമോ? ये समय क्या तू हटा सकता है? 2 വിഷയമാണ് നിൽക്കുന്നത്. तो ये बातें वहां पे हैं. ഒരു ഭാഗത്ത് മനുഷ്യന്റെ അകൃത്യങ്ങളുടെയും പാപങ്ങളുടെയും പാനപാത്രം നുരഞ്ഞു മറിയുകയാണ്. एक भाग में वो मनुष्य का जो पाप था वो कटोरे में भर के बह रहा है. മറുഭാഗത്ത് പിതാവ് കണ്ണടച്ചിട്ട് പാതാള ഗോപുരങ്ങൾ ഇളകി മറിയുന്ന സമയമാണ്. और दूसरी तरफ पाताल की सारी शक्तियां हिलाई जा रही हैं, वो समय है. യേശു പറയുന്നു, ഈ സമയം ഒന്ന് ഒഴിവാക്കി തരാമോ? यीशु मसीह कहता है कि ये समय क्या मुझसे हटाया जा ഈ सकता है? പാനപാത്രം ഒന്ന് ഒഴിവാക്കി തരാമോ? ये कटोरा क्या तू मुझसे हटा सकता है? പിതാവ് 2 ഒഴിവാക്കിയില്ല. पिता ने दोनों बातों को उससे ना हटाया. യേശു ജനിക്കുന്നതിന് 950 വർഷം മുൻപ് यीशु मसीह जन्म लेने के 1000 साल पहले യേശുവിന്റെ തലമുറയിൽ 27 തലമുറയ്ക്കപ്പുറം ജീവിച്ച यीशु मसीह से पहले जो 28 पीढ़ियां थी, ദാവീദ് അതിനെക്കുറിച്ച് ഇങ്ങനെ പ്രവചിച്ചു. दाऊद इस प्रकार उसके बारे में भविष्यवाणी करता है. 22 സങ്കീർത്തനത്തിൽ 22 भजन संगीता में, ബാശാൻ കൂറ്റന്മാർ എനിക്ക് ചുറ്റും നിൽക്കുന്നു. और बाशान के लोग मेरे चारों ओर इकट्ठा हो गए हैं, സിംഹം എന്റെ നേരെ അലറി അടുക്കുന്നു. और सिंह मेरे विरुद्ध में फाड़ खाने आया है, നായ്ക്കൾ എനിക്ക് ചുറ്റും നിൽക്കുന്നു. और कुत्ते लोग मेरे चारों तरफ खड़े हैं, എന്റെ അസ്ഥികളെല്ലാം ഉരുകിപ്പോകുന്നു. और मेरे हड्डियां सब गल जा रही हैं. അയ്യോ, നീ മുഖം മറച്ചതെന്ത്? हे प्रभु, तूने अपना चेहरा मुझसे क्यों मोड़ लिया? 950 വർഷം 950 दिन पहले, അതിനു മുൻപേ ദാവീദ് ഇത് പ്രവചിച്ചിരുന്നു. और उसके पहले दाऊद ने इस प्रकार इस भविष्यवाणी को किया. യേശു നിലവിളിപ്പാൻ തുടങ്ങി. यीशु रोने लगा. യേശു ഭൂമിയോളം പച്ചക്കിടന്നു. यीशु भूमि के ऊपर इस प्रकार लेट गया, അവന്റെ കരങ്ങൾ ഒലിവുമരത്തിന്റെ ഉണങ്ങിയ കരിയിലകൾ ചുരുട്ടി പൊടിക്കാൻ തുടങ്ങി. और उसके हाथों ने जो वहां पे राख था उसको पकड़ लिया, അവന്റെ മുഖം പിതാവിന്റെ മുഖം തേടിക്കൊണ്ടേ, और उसका चेहरा पिता के चेहरे को ढूंढने लगा, അവൻ അലറി വിളിച്ചു, और उसने ऐसे चिल्ला के पुकारे, ഈ നാഴിക ഒഴിവാക്കി തരാമോ? हे पिता, ये कटोरा मुझसे दूर कर दे. ഈ പാനപാത്രം ഒഴിവാക്കി തരാമോ? हे पिता, ये कटोरा मुझसे दूर कर दे. പാനപാത്രം ഒഴിവാക്കിയില്ല. वो कटोरे को परमेश्वर ने दूर ना किया, പിതാവ് നാഴിക ഒഴിവാക്കിയില്ല. पिता ने उस समय को दूर ना किया. മനുഷ്യന്റെ പാപം അവന്റെ മേൽ ചുമത്തി मनुष्य का पाप उसके ऊपर डाल दिया गया. നിത്യാത്മാവായ പരിശുദ്ധാത്മാവിനെ സാക്ഷി നിർത്തി नित्य आत्मा जो पवित्र आत्मा है उसको साक्षी खड़ा कर दिया. മനുഷ്യന്റെ പാപം പിതാവായ ദൈവം യേശുവിന്റെ മേൽ ചുമത്തി. मनुष्य का पाप को परमेश्वर ने यीशु मसीह के ऊपर डाल दिया. യേശുവിന്റെ ഹൃദയം തകർന്നു. यीशु मसीह का हृदय पिघल गया. യേശുവിന്റെ താടിരോമങ്ങൾ വിയർത്തൊഴുകി. यीशु मसीह के दाढ़ी से ऐसे लहू बहने लगा. യേശുവിന്റെ തലമുടി നാരിൽ കൂടെ രക്തമൊഴുകി. यीशु मसीह के बालों से ऐसे लहू बहने लगा. യേശുവിന്റെ രക്തത്താൽ അവന്റെ ശരീരവും വസ്ത്രവും
കുതിർത്തിരിക്കുക. यीशु मसीह के लहू से उसका पूरा वस्त्र ढक गया। യേശു എഴുന്നേറ്റു. यीशु मसीह खड़ा हुआ പടയാളികൾ യേശുവിനെ പിടിച്ചു. और लोगों ने यीशु मसीह को पकड़ लिया 4 കോടതിയിൽ 5 പ്രാവശ്യം യേശുവിനെ വിസ്തരിച്ചു. और 4 बार यीशु मसीह के बारे में इस प्रकार बोला गया, പക്ഷേ യേശുവിൽ കുറ്റം കണ്ടില്ല. लेकिन यीशु मसीह में कोई पाप न देखा गया। യേശു 2 ശിക്ഷകളേറ്റു. यीशु मसीह ने 2 बार शिक्षा प्राप्त किया। ഒന്ന് യഹൂദന്റെ ശിക്ഷ. एक यहूदियों का शिक्षा। യഹൂദന്റെ ശിക്ഷ എന്താണ്? यहूदियों का दंड क्या था? സ്വയം ദൈവമെന്ന് പറയുന്നവൻ, മോശയുടെ ന്യായപ്രമാണത്തിന് വിരുദ്ധം പറയുന്നവനെ 39 അടി കെട്ടിയിട്ട് അടിക്കണം. और मूसा के नियम के विरुद्ध में जो जाता है उसके खिलाफ में 39 बार उसको बांध के कोड़े मारना चाहिए। മോശയ്ക്ക് കൊടുത്ത പ്രമാണമായിരുന്നു. ये मूसा को दिया हुआ आज्ञा था। മോശയ്ക്ക് കൊടുത്ത പ്രമാണമായിരുന്നു. मूसा को दिया हुआ आज्ञा था। യേശുവിനെ ആദ്യം യഹൂദന് ശിക്ഷ കൊടുത്തു. यीशु मसीह के पहले यहूदियों का शिक्षा दिया। യേശുവിനെ കൽത്തളത്തിലേക്ക് കൊണ്ടുപോയി. यीशु मसीह को वहां पे ले गए। കൽത്തളത്തിലേക്ക് കൊണ്ടുപോയി. यीशु मसीह को कलतलम में ले गए അതൊരു ചെറിയ സ്റ്റേജ് പോലെ, യാഗപീഠം പോലെയാ. और वो एक छोटा स्टेज के समान था। യേശുവിനെ അതിന്റെ മുൻപിൽ നിർത്തി. यीशु मसीह को वहां पे लाके खड़ा किया। യേശുവിന്റെ 2 കൈകളും ചങ്ങലയിൽ ചുവരുകളിലേക്ക് വലിച്ചുയർത്തി. यीशु मसीह के दोनों हाथों को वो बांध दिया गया। യേശുവിന്റെ അടുക്കൽ പടയാളികൾ വന്നു. यीशु मसीह के पास मारने वाले लोग आए റോമൻ സൈനാധിപൻ വെള്ളി നാണയം കൊണ്ടിരിക്കുക. और रोमी सेना वहां पे बैठा था അക്കാലത്ത് നാണയം പെറുക്കി വെച്ചാണ് എണ്ണം തിട്ടപ്പെടുത്തുന്നത്. और वहां पे चांदी के सिक्के रख के वहां पे गिनती किया जाता था। പടയാളികൾ ഇടത്തും വലത്തും നിന്നു. और वहां पे मारने वाले दाईं और बाईं ओर खड़े रहे കയ്യിലിരിക്കുന്നത് ചമ്മട്ടിയാണ്. और उनके हाथों में मारने वाला चाबुक था ആ ചമ്മട്ടികളിൽ ഈയക്കട്ടകളുണ്ട്. और उस चाबुक में ऐसे कोड़े लगाए गए थे അതിൽ അസ്ഥി കഷ്ണങ്ങളുണ്ട്. और उसमें कुछ चीजों को ऐसे लगाया गया था അതിന്റെ ഉള്ളിൽ കൊളുത്തുകളുണ്ട്. और उसमें हड्डियों के टुकड़ों को और അതിങ്ങനെ മൃഗങ്ങളുടെ തോല് കൊണ്ടുണ്ടാക്കിയതാണ്. और वो जानवरों के चमड़ों से बनाया गया था। അവർ അത് വെള്ളത്തിലേക്ക് മുക്കി. उसमें उस पानी में डुबोया गया। അതിനുശേഷം അത് ഉലച്ചു. उसके बाद उसको हिलाया गया। യേശു കുനിഞ്ഞു നിൽക്കുക. यीशु मसीह झुक के खड़ा हो गया താഴെ പാതാളത്തിൽ പിശാചുക്കൾ അലറി തുടങ്ങി. और नीचे पाताल में जो शैतान थे वो सब हिलना शुरू हो गए। സ്വർഗത്തിലെ ദൂതന്മാർ കുനിഞ്ഞു നോക്കി നിൽക്കുക. और स्वर्ग के सारे स्वर्गदूत झुक के उसको देखने लगे। റോമൻ പടയാളി ഒരു വെള്ളി നാണയം എടുത്തു. रोमी सेना उन्हें एक चांदी का सिक्का उठाया। നമ്പർ 1 पहला संख्या പറഞ്ഞു തീരുന്നുടനെ പടയാളി ഒച്ചയടി അടിച്ചു. और उसी वो सुनते ही उस आदमी ने तुरंत ही उसको मारा ചമ്മട്ടി യേശുവിന്റെ മുതുകിലേക്ക് പിടിച്ചു. और वो चाबुक उसके पीठ पे जाके मारा। പടയാളി പതുക്കെ ഒന്ന് വലിച്ചു നോക്കി. और उस व्यक्ति ने धीरे से उसको खींच के देखा। ആ പടയാളി ആ ചമ്മട്ടിയിലെ കൊളുത്തുകൾ യേശുവിന്റെ മുതുകിൽ പതിഞ്ഞു. और उस सैनिक के मारा गया जो वो चाबुक था वहां पे उसके पीठ पर चिपक गया। പടയാളി താഴോട്ട് വലിച്ചു. और उसने धीरे से उसको नीचे की ओर खींचा। യേശുവിന്റെ മുതുക് ആകൃതിയിൽ കീറാൻ തുടങ്ങി. और यीशु मसीह का पीठ पूरा फटने लगा। പടയാളികൾ അലറി വിളിക്കുക. और वहां पे सैनिक लोग चिल्लाने लगे। കുതിരകൾ അലറുക. और उनका वो क्रोध चिल्लाने लगा। ചമ്മട്ടി വീശി അടിക്കുമ്പോൾ और वो चाबुक खींच के मार യേശുവിന്റെ രക്തം ആ ചുവരിൽ പതിയുക. यीशु मसीह का लहू वहां पे चितरने लगा। യേശുവിന്റെ രക്തം ഭൂമിയിൽ വീഴുന്നു. यीशु मसीह का लहू भूमि पे गिरने लगा। പടയാളി അടുത്ത നാണയമെടുത്തു. और तुरंत ही सैनिक ने दूसरा चांदी का सिक्का उठाया। നമ്പർ 2 എന്ന് പറഞ്ഞു. दूसरी बार എടുത്തു നിന്ന പടയാളി ഒച്ചയടി അടിച്ചു. और दाहिनी ओर रुका हुआ सैनिक ने एक बार फिर से मारा। താഴോട്ട് വലിച്ചു. उसने नीचे की ओर खींचा 39 അടി അടിച്ചു. और 29 बार उस मारा ആ गया। ശരീരം ഉഴവുചാലുപോലെ കീറി. वो पूरा एक खेती के समान वो फट गया। നമ്മൾ കലപ്പ ഉപയോഗിച്ച് വയൽ ഉഴുതുന്ന പോലെ हम जिस प्रकार एक हल को इस्तेमाल करते हैं നമ്മുടെ യേശുവിന്റെ മുതുക് ഉഴവുചാലുപോലെ കീറി. हमारा यीशु मसीह का पीठ उसी प्रकार फाड़ दिया। യേശു വൃതസ്ഥനായിരുന്നു. यीशु मसीह അഭിഷിക്തനായി anointed. और वो अभिषिक्त था। യേശുവിന്റെ അടുക്കൽ പടയാളികൾ വന്നു. यीशु मसीह के पास सैनिक आए। അവന്റെ താടി രോമത്തിൽ വിരലുകൾ ചുറ്റി उसके दाढ़ी के बाल को उसने पकड़ लिया। ആ രോമം മാംസത്തോടുകൂടെ വലിച്ചു മറിച്ചു. और उस दाढ़ी के बाल को मांस के साथ खींच डाला। യേശു വേദന കൊണ്ട് അലറി.
यीशु मसीह का जीवन ऐसे कांप गया, ശരീരം മുഴുവൻ മുറിവേറ്റ് उसका पूरा शरीर में पूरा घाव थे അതിനേക്കാൾ ഭയാനകമായ ഒരു പ്രവൃത്തി അവർ ചെയ്തു. और उससे भी भयानक काम उन्होंने किया 156 മുള്ളുള്ള ഒരു കിരീടം കൊണ്ട് और 156 कांटों का एक मुकुट बना के, ആ മുള്ളുകളെല്ലാം നീളമുള്ള മുള്ളുകളായി और वो कांटे सारे लंबे लंबे कांटे थे, ഒരു കിരീടം പോലെ മെനഞ്ഞെടുത്തു. उन्होंने वो उसको एक कांटों का मुकुट അവർ बनाया, യേശുവിന്റെ തലയിൽ ആ മുൾക്കിരീടം വെച്ചു. उन्होंने यीशु मसीह के सिर पे उस मुकुट को रख दिया അതിനുശേഷം ഒരു പടയാളി പതുക്കെ ആ കിരീടം ഒന്ന് താഴ്ത്തി और उसके बाद एक सैनिक ने आके धीरे से उस मुकुट को नीचे कर दिया, ആ മുള്ളുകളെല്ലാം തലയുടെ ഫലഭാഗത്തും കൊണ്ടു. उस सारे कांटे उसके माथे पे जाके लग गए। യേശു വേദന കൊണ്ട് വാ പിളർന്നുപോയി. यीशु करके उन्होंने ऐसे चिल्लाया, പടയാളി പതുക്കെ വീണ്ടും അമർത്താൻ തുടങ്ങി. और तुरंत ही उस सैनिक ने उसको नीचे करने लगा ആ മുള്ളുകൾ തലയുടെ ഫലഭാഗത്തേക്ക് കയറി. और वो कांटे उसके माथे के कई हिस्सों में जाके छुप गया പെട്ടെന്ന് ആ പടയാളി കോലുകൊണ്ട് ഒറ്റയടി അടിച്ചു. और तुरंत ही एक डंडी लेके उस सैनिक ने उस पे मार दिया അപ്പോഴേക്കും മുള്ളുകളെല്ലാം ഫലഭാഗത്തേക്കും കയറി. और तुरंत ही वो सारे कांटे उसके शरीर में जाके छुप गए। യേശു വേദന കൊണ്ടലറി. यीशु मसीह दर्द के साथ चिल्लाने लगा, മാനവരാശിയെ हे मनुष्य, നിനക്ക് നിന്റെ പിതാവിങ്കിലേക്ക് പോകേണ്ടതിന് तुम अपने पिता की ओर वापस लौटने के लिए അവൻ വഴി തുറക്കുന്നത് നീ നോക്കുവീൻ. वो रास्ता खोलता है, तू देख ले। അവന്റെ തലയിൽ മുൾക്കിരീടം വെച്ച് കോലുകൊണ്ടടിച്ചു. उसके सिर पे कांटों का मुकुट रख के मारा गया। അത് റോമന്റെ ശിക്ഷയല്ല. वो रोमियो का शिक्षा नहीं। അതുകൊണ്ട് അവനെ കൽത്തളത്തിന് പുറത്തു കൊണ്ടുവരുമ്പോൾ उसके बाद उसको छावनी के बाहर लाने के ആ बाद പടയാളികൾ എന്തു ചെയ്തു? उस सैनिकों ने उसके साथ क्या किया? ഒരു കമ്പെടുത്ത് एक डंडी लिया ഈ മുള്ളുകൾക്കിടയിലേക്ക് വെച്ചിട്ട് और ये कांटों के बीच में रखा അതിങ്ങനെ തിക്കി കിറുകിറുകിറാന്ന് ഊരി പൊക്കിയെടുത്തു. और उसको धीरे से निकालने लगे। യേശുവിന്റെ നെറ്റിയിലും കണ്ണിന്റിലെല്ലാം മുറിവേറ്റു. यीशु मसीह के माथे में और आंखों में सब घाव हो गया അവന്റെ താടി രോമങ്ങളെല്ലാം വലിച്ചു പറിച്ചു. और उसके दाढ़ी के सारे बाल उन्होंने खींच डाला। അതിനുശേഷം അവനെ പുറത്തു കൊണ്ടുവന്നു. उसके बाद उसको छावनी के बाहर ले ഒരു गए ചുമന്ന അങ്കി അവൻ ധരിച്ചിരുന്നു. और एक लाल वस्त्र उसको धारण करवाया। പീലാത്തോസ് അവനെ പിടിച്ചിട്ട് പറഞ്ഞു, पिलातुस उसको पकड़ के बोलने लगा, നിങ്ങൾ പറയുന്ന മനുഷ്യൻ ഇവനാണ്. तुम बोलने वाला मनुष्य ये है, മരണയോഗ്യമായതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. और मृत्यु के योग्य मैं इसमें कुछ भी नहीं देखता हूँ। യഹൂദന്മാർ അലറി വിളിച്ചു, यहूदियों ने चिल्ला के ऐसे बोला, ഞങ്ങൾക്കൊരു രാജാവേ ഉള്ളൂ, हमें एक राजा चाहिए, അത് കൈസറാണ്. वो कैसर है, ഇവനെ ക്രൂശിക്കാം, इसको क्रूस पे चढ़ा दे, ഇവനെ ക്രൂശിക്കാം. इसको क्रूस पे चढ़ा दे। ആരാമിക് ഭാഷയിൽ और आरामिक भाषा में ക്രൂശ് എന്ന വാക്കിന് और क्रूस भाषा का अर्थ क्या है? ഈത്തലെ എന്നാണ് പറയുന്നത്. इतले बोलते हैं। അവർ ആർത്ത് വിളിച്ചു, और उन्होंने चिल्ला के बोला, ഈത്തലെ 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 എന്ന് വിളിച്ചു. इतले 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 करके चिल्ला के पुकारा, അവനെ ക്രൂശിക്കാ, അവനെ ക്രൂശിക്കാ, അവനെ ക്രൂശിക്കാ. उसको क्रूस पे चढ़ाया जाए, उसको क्रूस पे चढ़ाया जाए, उसको क्रूस पे चढ़ाया जाए। ഒരു ക്രൂശ് അവന്റെ തോളിൽ വെച്ചു. अभी ये क्रूस उसके कंधों पे लाद दिया അവർ गया ആ ക്രൂശുമായി ഗോൽഗോത്തായിലേക്ക് പോയി. और वो क्रूस के साथ उस गोलगत्ता की ओर जाता है। ഗോൽഗോത്തായിലെത്തുമ്പോൾ അവർ അവനെ പിടിച്ച് ക്രൂശിൽ കിടത്തി. गोलगत्ता के पास जाने के बाद उसको क्रूस पे लेटा दिया जाता അവന്റെ है। കൈകൾ ക്രൂശിലേക്ക് മാർക്ക് ചെയ്ത സ്ഥലത്ത് കൊണ്ടുവന്നു. उस क्रूस पे उसके हाथों को वहां पे मार्क किए हुए सांप पे लगाते हैं। യേശുവിന്റെ കൈയുടെ ഈ ഭാഗത്തല്ല ആണി അടിച്ചത്. यीशु मसीह के इस भाग में कील नहीं ठोका गया, യേശുവിന്റെ കൈയുടെ ഈ ഭാഗത്താണ് അടിച്ചത്. यीशु मसीह के हाथ के इस भाग में कील ठोका गया। അല്ലെങ്കിൽ ഭാരം കൊണ്ട് കൈ കീറി ശരീരം താഴെ വീഴുമായിരുന്നു. और उस नहीं तो उस कील से फट के वो शरीर नीचे गिरता था। യേശുവിന്റെ ഈ ഭാഗത്തേക്ക് അവർ ആണി അടിച്ചു. यीशु मसीह के इस भाग में उन्होंने कील को ठोक दिया। അടുത്ത മാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് കൈ എത്തുന്നില്ല. अगला निशान लगाया हुआ हाथ कई कील पे पहुंचता नहीं है കൈവേദന കൊണ്ട് ഉറച്ചു ചുരുളുകയാണ്. और हाथ दर्द के मारे कांप रहा है। പടയാളി കയ്യിൽ കുരുക്കിട്ടു. एक सैनिक ने हाथ में वो रस्सी डाला മലന്ന് കിടക്കുന്ന ക്രൂശിന്റെ കൈകളിൽ ചവിട്ടി. और दाईं ओर लगा हुआ वो क्रूस की ओर उसने पांव लगाया ചവിട്ടി പിടിച്ചു വലിച്ചു. और पैर के साथ लगा के उसने हाथों को खेला യേശുവിന്റെ കൈകൾ ആ ഭാഗത്തേക്ക് ചെന്നു. और यीशु मसीह का हाथ उस क्रूस की ओर जा पहुंचा അത് വേദന കൊണ്ട് ഇങ്ങനെ ക്രൂശിൽ മുട്ടി നിൽക്കുകയാണ്. और दर्द के साथ उस क्रूस के ऊपर वो छूट ക്രൂരനായ ഒരു പടയാളി കയ്യിൽ ചവിട്ടി. और क्रूर एक सैनिक आके उसको पांव से पकड़ മറ്റൊരു लिया। പടയാളി യേശുവിന്റെ കയ്യിൽ ആണി അടിച്ചു. दूसरे सैनिक ने उसके हाथों में कील ठोक दिया। യേശു ആകാശത്തിന് ഭൂമിക്ക് മധ്യേ തൂങ്ങുക. यीशु मसीह आकाश और पृथ्वी के बीच में ऐसे लटक रहा है। കാലത്ത്
രാജ്യദ്രോഹികളെ ക്രൂശിക്കുമ്പോൾ, उन दिनों में राजद्रोह करने वाले लोगों को क्रूस पे चढ़ाते समय में പല രീതിയിലുള്ള ക്രൂശുകൾ ഉണ്ടായിരുന്നു. अनेक प्रकार के क्रूस थे ചില ക്രൂശുകൾ ഒറ്റത്തടിയാ, और कुछ क्रूस सिर्फ एक ही हिस्से का था കൈകാലുകൾ മേളിലേക്ക് വെച്ച് ക്രൂശിക്കും. और हाथ पैर एक ही क्रूस में बांध के उसको क्रूस पे चढ़ाते थे, ചില ക്രൂശ് എക്സാകൃതിയിലാ, और कुछ क्रूस एक्सा की तरफ से थे, അപ്പോൾ കൈയും കാലും രണ്ടു വശത്തേക്ക് എക്സാകൃതിയിൽ ക്രൂശിക്കും. और तब उनका हाथ और पैर दो तरफ होके क्रूस पे चढ़ाया ഇനി जाता था. ചില ക്രൂശ് ചീയാകൃതിയിലാ, और कुछ क्रूस टी आकृति का था, രണ്ട് കൈയും രണ്ട് ഭാഗത്തേക്ക് വലിച്ചു കെട്ടും. दोनों हाथ दोनों तरफ खींच के बांधते थे. അതിനുശേഷം തലയിൽ ഭാരമുള്ള ഒരു കല്ല് കെട്ടും. उसके बाद सिर पे एक भारी पत्थर बांधते थे, ഈ കുറ്റവാളിയുടെ തല പുറകിലേക്കിടും. और ये व्यक्ति का सिर को पीछे की ओर डाला जाता था, അവിടെ കിടന്ന് പിടഞ്ഞു മരിക്കും. और वहाँ पे वो कष्ट के साथ मर जाता था. എന്നാൽ നമ്മുടെ യേശുവിന്റെ ക്രൂശ് അങ്ങനെ ആയിരുന്നില്ല. लेकिन हमारे यीशु मसीह का क्रूस इस प्रकार न था. യേശുവിന്റെ ക്രൂശ് ഇന്ന് നാം കാണുന്ന പോലുള്ള ക്രൂശാ. हमारा यीशु मसीह का क्रूस इन दिनों में हम देखने वाले क्रूस है. ഒരിക്കൽ ഇയ്യോബ് ചോദിച്ചു, एक बार अय्यूब ने इस प्रकार पूछा, ദൈവമേ എനിക്കും നിനക്കും മധ്യേ നിന്ന് हे प्रभु तेरे और मेरे बीच में एक आदमी रुक के എന്നെയും നിന്നെയും തമ്മിൽ പറഞ്ഞ് അടുപ്പിക്കേണ്ടതിന് तेरे और मेरे बीच में मुलाकात करवाने के लिए ഒരുവൻ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. एक व्यक्ति अगर मध्यस्थ होता तो अच्छा होता. ശ്രദ്ധിക്കുക, ദൈവം വിശുദ്ധി കൊണ്ടും നീതി കൊണ്ടും ഉയരത്തിലാ. आप ध्यान से सुनिए, धर्मी और पवित्रताई से परमेश्वर महान हुआ है. മനുഷ്യൻ പാപം കൊണ്ടും അതിക്രമം കൊണ്ടും പാതാളത്തില്. मनुष्य पाप के कारण और अधर्म के कारण वो पाताल की ओर है. ദൈവവും മനുഷ്യനും എങ്ങനെ അടുത്തു വരും? अब मनुष्य कैसे परमेश्वर के पास वापस लौट आएगा? യേശു ക്രൂശിൽ കിടക്കുന്നു. देखिए यीशु मसीह क्रूस पे लटका है, അവന്റെ രക്തം ധാരധാരിയായി ഒഴുകുന്നു. उसका लहू धारा के समान बह रहा है, അവന്റെ ഒരു കൈ പിതാവിന്റെ കരത്തിലേക്ക് ഉയർന്നു. उसका एक हाथ पिता की ओर जा रहा है, ഒരു കൈ മാനവരാശിയുടെ കരത്തിൽ പിടിച്ചു. और एक हाथ मनुष्य को थामे हुए है. യേശു പ്രാണനെ വിടുന്ന സമയമോ यीशु मसीह अपने प्राण को छोड़ने के समय में ഒരു കൈയിൽ പിതാവായ ദൈവത്തിന്റെ കരം, देखिए एक हाथ पिता की ओर है, ഒരു കൈയിൽ ഭാവിയായ മനുഷ്യന്റെ കരം. एक हाथ मनुष्य के पाप की तरफ है. ഇതാ ക്രൂശിൽ രണ്ടും കൂടെ അടുത്തു വരികയോ. देखिए क्रूस में दोनों हाथ पास आता है. നീതിമാനായ ദൈവത്തിന്റെ കരം, नीतिमान परमेश्वर के हाथ, പാപിയായ മനുഷ്യന്റെ കരം. पापी मनुष्य का हाथ ഇതാ ക്രൂശിൽ അടുത്തടുത്ത് വരുന്നു. को क्रूस में पास लाया गया है, പിതാവിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുവോ. और पिता के लिए मनुष्य को पास लाया गया. യേശുവിന്റെ കാര്യങ്ങൾ ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്തു. देखो यीशु मसीह का हाथ क्रूस में दे दिया गया, വലതു കരത്തിൽ പിതാവായ ദൈവത്തിന്റെ കരം, और दाहिने और पिता के हाथ की तरफ, ഇടതു കരത്തിൽ മാനവരാശിയുടെ കരം. और दाहिनी और मनुष्य के लिए हाथ. ഇത് രണ്ടും കൂടെ അടുത്തു വരികയോ. ये दोनों पास लाया गया, അടുത്തടുത്തടുത്ത് വരികയോ. वो पास लाया गया, ഭാവിയായ മനുഷ്യന്റെ കരത്തിൽ ദൈവം പിടിച്ചു. और पापी मनुष्य का हाथ को परमेश्वर ने थाम लिया. ഭാവിയായ മനുഷ്യന്റെ കരത്തിൽ ദൈവം പിടിച്ചു. पापी मनुष्य के हाथ को परमेश्वर ने थाम लिया. ഇപ്പോൾ ക്രൂശിൽ ഒരു ശബ്ദം കേൾക്കുന്നു. अब क्रूस में एक शब्द को सुनते हैं. എന്താണ് കേൾക്കുന്ന ശബ്ദം? वो क्या शब्द है? എലോഹീം എലോഹീം ലമ്മ ശബക്താനി. एलोहिम एलोहिम लमा शबक्तानी. എലോഹീം എലോഹീം ലമ്മ ശബക്താനി. एलोहिम एलोहिम लमा शबक्तानी. ആ യേശുവിന്റെ ക്രൂശിൽ അലറുകയോ. वो क्रूस में ऐसे चिल्लाया, മനുഷ്യന്റെ കരവും मनुष्य का हाथ, ദൈവത്തിന്റെ കരവും परमेश्वर का हाथ, ഇതാ തമ്മിൽ പിടിച്ചിരിക്കുന്നു. देखो एक साथ मिला दिया गया. മനുഷ്യ നിനക്ക് എങ്ങനെ ദൈവത്തിങ്കൽ പോകാം? हे मनुष्य तो किस प्रकार परमेश्वर के पास लौट सकता है? യേശു എന്തു പറയുന്നു? यीशु मसीह क्या कहता है? ഞാനാണ് വഴി, मैं ही मार्ग हूँ, ഞാനാണ് സത്യം, मैं ही सच्चाई എന്നെ हूँ, കൂടെ അല്ലാതെ ആർക്കും പോകാൻ സാധ്യമല്ല. मेरे अलावा कोई भी परमेश्वर के पास तक नहीं पहुँच सकता. യേശു പിതാവിന്റെ കരം മനുഷ്യകരവുമായി പിടിപ്പിച്ചു. यीशु मसीह ने परमेश्वर का हाथ और मनुष्य का हाथ एक साथ बांध दिया, അതിനുശേഷം തന്റെ തോളിലേക്ക് തലച്ചായിച്ചു. और उसके बाद उसने उसके कंधों में अपना सिर को झुका दिया. ലാസ്റ്റ് അവൻ ഇങ്ങനെ പറഞ്ഞു, आखिरी में उसने ऐसा बोला, ഓൾ ഫിനിഷ്, എല്ലാം നിവൃത്തിയായി. सब कुछ पूरा हुआ, ഓൾ ഫിനിഷ്, सब कुछ खत्म हुआ, എല്ലാം നിവൃത്തിയായി. और सब कुछ पूरा हुआ. പർദീസ നഷ്ടപ്പെട്ട പാപിയായ മനുഷ്യ, परदेश नष्ट किए हुए पापी मनुष्य, നിനക്ക് ദൈവത്തിങ്കിലേക്ക് പോകുവാൻ तुम्हें मन परमेश्वर के पास वापस लौटने के लिए ആ പിതാവ് നീതിയുടെ വഴി
നിനക്ക് തുറന്നു തന്നിരിക്കുന്നു. देखो पिता ने धार्मिकता का मार्ग तुम्हारे लिए खोल दिया है ക്രൂശ് മരണത്താൽ നമുക്ക് രക്തം ലഭിച്ചു. और उसके क्रूस के द्वारा उसने अपना लहू हमारे लिए दिया. യേശു പ്രാണനെ വിടുകയാ. यीशु मसीह अपना प्राण छोड़ता है. അപ്പോൾ യേശുവിന്റെ രക്തം 4 ദിശകളിലേക്ക് ഒഴുകി. अभी यीशु मसीह का लहू 4 दिशाओं में जाता ആ है. യേശുവിന്റെ രക്തം 4 ദിശകളിലേക്ക് ഒഴുകിപ്പോയി. यीशु मसीह का लहू 4 दिशाओं में जाता है. യേശു പ്രാണനെ വിടുമ്പോൾ यीशु मसीह जब प्राण को छोड़ता है അവന്റെ രക്തം ആദ്യം പാതാളത്തിലേക്ക് ഒഴുകിപ്പോയി. उसका लहू सबसे पहले पाताल की ओर जाता है. യേശുവിന്റെ രക്തം പാതാളത്തിലേക്ക് ഒഴുകിപ്പോയി. यीशु मसीह का लहू पाताल की ओर जाता है. എന്താണ് സക്കറിയാവ് പറഞ്ഞത്? जकरिया क्या कहता है? നീയോ നിന്റെ നിയമരക്തം ഹേതുവായി तुमने अपनी मर्जी को पूरा किया. ഞാൻ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിട്ടയക്കാം. मैंने उन लोगों को उस कुएं से छुड़ा लिया ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിട്ടയക്കാം. और अपने लोगों को उस जो पानी नहीं है ऐसे कुएं से छुड़ा लिया. ആരാണ് ഈ ബദ്ധന്മാർ? और ऐसे लोग कौन പഴയ है? നിയമവിശുദ്ധന്മാർ. पुराने नियम के संत लोग. യേശു മരിക്കുമ്പോൾ यीशु मसीह जब मर गया ആ രക്തം പാതാളത്തിലേക്ക് ഒഴുകിപ്പോയി. वो लहू पाताल की ओर जाता है. ഭക്തന്മാരുടെ കല്ലറകളൊക്കെ പടപടാന്ന് തുറന്നു. और पुराने नियम के भक्त लोगों के कब्र खुलने लगी. രണ്ടാമത് ആ രക്തം യഹൂദന്മാർക്ക് നേരെ ഒഴുകി. और दूसरा वो लहू यहूदियों के ऊपर बहने लगा. യഹൂദന്മാർ എന്തു വിളിച്ചു പറഞ്ഞു? यहूदियों ने क्या चिल्ला के बुलाया? അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതിയുടെ മേലും വരട്ടെ. उसके लहू हमारे ऊपर और हमारे संततियों के ऊपर आने हुए. ആ രക്തം ന്യായവിധി എന്ന വണ്ണം അവന്റെ മേൽ ഒഴുകി. और वो न्याय विधि होके उनके बच्चों के ऊपर चला गया. മൂന്നാമതായി ആ രക്തം പുതിയ നിയമസഭയിലേക്ക് ഒഴുകി. तीसरा वो लहू नए नियम के कलीसिया में बह गया. ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുവാൻ, आबेल के लहू से भी बढ़ के अच्छी बातों को बोलने के लिए, പശ്ചാത്തപിക്കുന്ന പാപിയുടെ പാപക്കറയെ കഴുകുവാൻ पश्चाताप करने वाले पापी के अधर्म को धोने के लिए യേശുവിന്റെ രക്തം ഇതാ സഭയിലേക്ക് ഒഴുകി. यीशु मसीह का लहू देखो कलीसिया में बह रहा है. യേശുവിന്റെ രക്തം നാലാമതായി यीशु मसीह का लहू चौथी दिशा में പോയത് നിത്യതയിലേക്കാണ്. एक व्यक्ति नित्यता में जाता है. യേശുവിന്റെ രക്തം നിത്യതയിലേക്ക് പോയി. यीशु मसीह का लहू नित्यता की ओर जाता है. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, पवित्र पौलुस इस प्रकार कहता है, ആടുകളുടെയും കാളകളുടെയും രക്തത്താലല്ല, ये मेमने के और बैलों के लहू के द्वारा नहीं है. അവൻ സ്വന്തം രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പോയി. वो अपने लहू के द्वारा ही मंदिर के अंदर प्रवेश किया. അപ്പോൾ യേശുവിന്റെ രക്തം 4 ദിശകളിൽ ഒഴുകുകയാണ്. तब यीशु मसीह का लहू 4 दिशाओं में बहता है. ഒന്ന് ഇതാ പാതാളത്തിലേക്ക് ഒഴുകിപ്പോയി. सबसे पहला देखिए वो पाताल की ओर बह जाता है. രണ്ട് പുതിയ നിയമസഭയിലേക്ക് ഒഴുകി. दूसरा नए नियम की कलीसिया में बह जाता है. മൂന്നാമതായി യഹൂദന് വിരോധമായി ഒഴുകി. तीसरा यहूदियों के विरुद्ध में वो जाता है. നാലാമത് അന്തർമന്ദിരത്തിലേക്ക് സുരക്ഷവുമായി പോയി. और आखिरी में वो नित्यता में मंदिर की ओर बह जाता है. അങ്ങനെ 4 ദിശകളിലേക്ക് രക്തം ഒഴുകി. ऐसे 4 दिशाओं में वो लहू बहता है. ദൈവ പൈതലേ, प्रिय परमेश्वर के लोगों, യേശുവിന്റെ രക്തം നമ്മുടെ മധ്യേ ഉണ്ട്. अभी यीशु मसीह का लहू हमारे बीच में है. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? कितने परमेश्वर के लोग विश्वास करते हैं? 1900 വർഷം മുൻപ് 1000 साल पहले ഗെത്സമനയിൽ ചൊരിഞ്ഞ യേശുവിന്റെ രക്തം गतसमनी में बहाया गया यीशु मसीह का लहू ഈ രാത്രി നമ്മുടെ മധ്യേ ഉണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? इस रात के समय में हमारे बीच में है. कितने लोग विश्वास करते हैं? വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. करने वाले लोग अपने हाथों को उठा के हालेलुया बोलेंगे. യേശുവിന്റെ രക്തം നമ്മോട് കൂടെയുണ്ട്. यीशु मसीह का लहू हमारे साथ है. യേശുവിന്റെ രക്തം വളരെ വിലപ്പെട്ടതാണ് സഹോദരങ്ങളെ. यीशु मसीह का लहू बहुत ही बहुमूल्य है मेरे भाई लोगों. പിതാവിങ്കൽ തിരികെ പോകണം. वो पिता के पास जाना चाहिए. യേശുവിന്റെ ജനനത്താലാണ് നമുക്ക് കൃപ ലഭിച്ചത്. और यीशु मसीह के जन्म से ही हमें कृपा मिला. ഇനി യേശുവിന്റെ രക്തം നമുക്ക് വേണം. अब यीशु मसीह का लहू हमें आवश्यकता ആ है. രക്തം എന്തിനാണ്? वो लहू किस लिए है? എല്ലാം വിശദമായി ചിന്തിപ്പാൻ സമയം പോരാ. ये पूरी गहराई से पढ़ने के लिए अभी समय काफी नहीं है. ആ രക്തം നമുക്ക് അനേക സ്ഥലങ്ങളിൽ വേണം. वो लहू हमें कई जगहों में चाहिए. ഒന്ന് നമ്മുടെ മറുവില യേശുവിന്റെ രക്തമാണ്. सबसे पहले हमारे हृदय में यीशु मसीह का लहू है. എന്റെയും
എന്റെയും നിങ്ങളുടെയും മറുവില യേശുവിന്റെ രക്തമാണ്. हमारे और तो आपके हृदय में यीशु मसीह का लहू है. നമ്മൾ ലോകത്തിൽ ആർക്കും ഇടർച്ച വരുത്തരുത്. हम संसार में किसी के लिए एक धोखा का कारण नहीं होना चाहिए. ലോകത്തിൽ ആരെയും തള്ളിക്കളയരുത്. संसार में किसी को भी हम ठोकर का कारण नहीं होना चाहिए. അവന്റെ മറുവില യേശുവിന്റെ രക്തമാണ്. और उसके हृदय में भी यीशु मसीह का लहू है. ഈ അറിവ് എപ്പോഴും നമുക്കുണ്ടായിരിക്കും. समझ हमेशा हमें चाहिए. ഒരിക്കലും നമ്മൾ ആരെയും തള്ളിക്കളയരുത്. हम कभी भी किसी को ठुकराना नहीं चाहिए. അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, पत्रोस अपोस्तल इस प्रकार कहता है, എല്ലാ വാക്യവും വായിപ്പാൻ സമയം പോരാ. सारे वचनों को पढ़ने के लिए समय काफी नहीं है. പത്രോസ് 1-ാം വാക്യത്തിൽ വരുമ്പോൾ, पहला पत्रोस 1 अध्याय 18वां वचन से നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത് വെള്ളിയും പൊന്നും കൊണ്ടല്ല. तुम्हें मोल लिया हुआ सोना और चांदी से नहीं. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത് വെള്ളിയും പൊന്നും കൊണ്ടല്ല. तुम्हें मोल लिया सोने और चांदी से नहीं. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത് യേശുവിന്റെ രക്തം കൊണ്ടാണ്. तुम्हें मोल लिया यीशु मसीह के बहुमूल्य लहू के द्वारा. അപ്പോസ്തലനായ പൗലോസ് തന്റെ അവസാന നിമിഷത്തിൽ अपोस्तल पौलुस अपने अंतिम दिनों में इस प्रकार कहता है. അപ്പോസ്തല പ്രവൃത്തി 20-ാം 22-ാം വാക്യത്തിൽ, अपोस्तल प्रेरितों के काम 20 में हम पढ़ते हैं. അവിടെ പൗലോസ് പറയുകയാണ്, वहाँ पे पौलुस इस प्रकार कहता है, അവൻ രക്തത്താൽ സമ്പാദിച്ച സഭയാണിത്. उसने लहू के द्वारा मोल लिया गया कलीसिया है. നമ്മുടെ എല്ലാം മറുവില യേശു കൊടുത്തതാണ് സഹോദരങ്ങളെ. हमारे लिए यीशु मसीह ने दिया हुआ है. ഒരു ചെറിയ ആളെ പോലും നമ്മൾ തള്ളിക്കളയരുത്. और छोटा सा एक व्यक्ति को भी हम ठोकर का कारण नहीं देना चाहिए. അവൻ തെറ്റുകാരനോ കുറവുകാരനോ അവനും യജമാനനും കൂടെ തീർക്കട്ടെ. हो सकता है उसके अंदर गलतियां हो या गलत हो, वो परमेश्वर के साथ वो उसको पूरा करने दें. ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നെങ്കിൽ അവന്റെ ക്രൂശ് മരണത്തെ ഞാൻ സ്നേഹിക്കും. हम अगर यीशु मसीह से प्रेम करते हैं तो उसके क्रूस के मृत्यु को हम प्रेम करते हैं. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. परमेश्वर के नाम की स्तुति हो. ദൈവ നാം കർത്താവായ യേശുവിന്റെ ക്രൂശിനെ സ്നേഹിക്കുകയാണ്. हम यीशु मसीह के क्रूस को प्रेम करना ആ चाहिए. ക്രൂശിൽ നിന്ന് ഒഴുകിയ രക്തമാണ് നമ്മുടെ മറുവില. उस क्रूस में से बहा हुआ लहू हमारे लिए छुटकारा है. നമ്മുടെ മറുവില യേശുവിന്റെ രക്തമാണ്. हमारे हृदय में यीशु मसीह का लहू है. വീണ്ടും യോഹന്നാൻ തന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, दोबारा यूहन्ना अपने लेखन में ऐसे कहता है. 1 യോഹന്നാൻ 1-ാം 7-ാം വാക്യം, पहला यूहन्ना 1 अध्याय 7वां वचन. യോഹന്നാൻ ഇങ്ങനെയാണ് പറയുന്നത്, यूहन्ना इस प्रकार कहता है, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം उसका पुत्र यीशु मसीह का लहू നിന്റെ സകല പാപം പോക്കി നിന്നെ വിശുദ്ധീകരിക്കും. तुम्हारे सारा पापों को हटा के तुम्हें पवित्र करेगा. നാം പശ്ചാത്തപിക്കുമ്പോൾ യേശുവിന്റെ രക്തമാണ് നമ്മുടെ പാപക്കറ കഴുകുന്നത്. हम जब पश्चाताप करते हैं तो यीशु मसीह का लहू ही हमें छुटकारा देता है. കൊലോസ്യ ലേഖനം 1-ാം 20-ാം വാക്യത്തിൽ വരുമ്പോൾ, कोलोसियों 1 अध्याय 20वां वचन जब हम पढ़ते हैं, അവിടെ പൗലോസ് പറഞ്ഞു, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താലാണ് നിങ്ങൾക്ക് സമാധാനം കിട്ടിയത്. वहाँ पे पौलुस कहता है कि उसने क्रूस पे बहाया हुआ लहू के साथ आपको शांति मिलता है. നിങ്ങളുടെ സമാധാനത്തിന് പിന്നിൽ യേശുവിന്റെ രക്തമുണ്ട്. आपकी शांति यीशु मसीह के लहू के द्वारा है. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വരുമ്പോൾ, और प्रकाशित वाक्य जब हम 12 का 11 पढ़ते हैं, 12-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ 12 का 11 जब हम पढ़ते हैं, അവിടെ പറയുന്നു, അവർ കുഞ്ഞാടിന്റെ രക്തത്താലാണ് സാത്താനെ ജയിച്ചത്. वहाँ पे वो कहता है कि मेमने के लहू के द्वारा ही शैतान के ऊपर जय पाया. എബ്രായ ലേഖനം 10-ാം അധ്യായം 19-ാം വാക്യത്തിൽ വരുമ്പോൾ, इब्रानियों 10 का 19 जब हम पढ़ते हैं, അവർക്ക് ദൈവസന്നിധിയോട് അടുത്ത് ചെല്ലുവാനുള്ള ധൈര്യം ലഭിച്ചത് യേശുവിന്റെ രക്തത്താലാണ്. परमेश्वर की हजूरी में निकट जाने के लिए वो यीशु मसीह के लहू के द्वारा ही हुआ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വരുമ്പോൾ, इब्रानियों 11वां अध्याय में जब हम आते हैं, 12-ാം അധ്യായത്തിന്റെ 24 വായിക്കുമ്പോൾ, इब्रानियों 12 के 11वां वचन जब हम पढ़ते हैं, അവിടെ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുക. वहाँ पे हम पढ़ते हैं कि आबेल के लहू से भी उत्तम बातें उसके लहू कहता है. പ്രിയ ദൈവവൈതലേ, प्रिय परमेश्वर के लोग, നിന്റെ പിതാവിങ്കിലേക്ക് തിരികെ പോകണം. तुम परमेश्वर के पास वापस लौट के आना चाहिए. അതിനെന്താണ് പോം വഴി? उसके लिए मार्ग क्या है? ഒന്നാമത് യേശു മുഖാന്തരം ലഭിച്ച ദൈവത്തിന്റെ കൃപ. सबसे पहले यीशु मसीह के द्वारा प्राप्त किया हुआ परमेश्वर के द्वारा दिया गया कृपा. രണ്ടാമതായി യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം. दूसरा यीशु मसीह के क्रूस में बहाया गया ആ लहू. രക്തമത്രേ നിനക്ക് മറുവിലയായി തീർന്നത്. और वो लहू ही तुम्हारे लिए छुटकारे का कारण हुआ. ആ രക്തമത്രേ നിന്റെ ഹൃദയത്തിൽ സമാധാനം
തന്നത്. और वो लहू ही तुम्हारे लिए शांति का कारण हुआ, ആ രക്തത്തെ നിന്നെ ശുദ്ധീകരിച്ചത്. और वो लहू ही तुम्हें पवित्र किया, ആ രക്തത്താലത്രേ നീ സാത്താനെ ജയിച്ചത്. वो लहू के द्वारा ही तुमने शैतान के ऊपर जय पाया, ആ രക്തത്താലാണ് നിനക്ക് വീണ്ടെടുപ്പ് ലഭിച്ചത്. और वो लहू के द्वारा ही तुमने छुटकारा प्राप्त किया, ആ രക്തം ഇന്നും നിനക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്നു. और वो लहू तुम्हारे लिए आज भी उत्तम बातें पुकारता है. ഓ, ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്തിൽ നമുക്ക് ആശ്രയിക്കാം. इस रात के समय में यीशु मसीह के लहू पे हम आश्रय ആ करेंगे. രക്തം നമ്മുടെ മധ്യ ഒഴുകി എത്തിയിരിക്കുക. वो लहू हमारे पास बह के पहुंचा है. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. एक क्षण के लिए हम अपनी आंखों को बंद करेंगे. ശ്രദ്ധിക്കുക, ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുന്ന രീതിയിൽ കുഞ്ഞുങ്ങൾ നമ്മുടെ ഇടയിൽ ഓടി അലങ്കോലപ്പെടുത്തരുത്. आप ध्यान से सुने, परमेश्वर की हजूरी को नष्ट करने की रीति से बालक लोग इधर उधर से चले ना. ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യ ഉണ്ടാകും. परमेश्वर की हजूरी हमारे बीच ഒരു में है. നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. एक क्षण के लिए हम अपनी आंखों को बंद करें, കഴിയുന്നിടത്തോളം എല്ലാവരും ഒന്ന് മുഴങ്കാൽ മേലിരുന്ന और जितने लोगों को हो सकता है वो अपने घुटनों में आ ദയവായി जाएं. ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ട് നിങ്ങൾ ശാപയോഗ്യരാകരുത്. आप कृपा करके वो परमेश्वर की हजूरी को नष्ट न ഒരു करें. നിമിഷം നമുക്ക് പിതാവിന്റെ മുഖം ധ്യാനിക്കാം. एक क्षण के लिए हम पिता के चेहरे पे ध्यान करेंगे, അങ്ങ് ഏകജാതനെ ഞങ്ങൾക്ക് തന്നല്ലോ. और उसने अपने इकलौते पुत्र को हमें दे दिया, അവനിൽ കൂടെയുള്ള കൃപ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞല്ലോ. और उसके द्वारा वो कृपा हमारे पर उंडेला गया. യേശുവേ, നിന്റെ അവസാന തുള്ളി രക്തം വരെ എനിക്ക് തന്നല്ലോ. यीशु तूने अपना एक आखिरी तक बूंद लहू का बूंद हमें दे दिया. യേശുവേ, ഞാനൊരു പാപിയായ മനുഷ്യനായിരുന്നു. यीशु मैं तो पापी मनुष्य हूँ, ഞാനൊരു അധർമ്മിയായ മനുഷ്യനായിരുന്നു. मैं तो अधर्मी मनुष्य था. എന്റെ അതിക്രമം നീ ചുമന്നുവോ? मेरे सारा अधर्मों को तूने उठा എന്റെ लिया, പാപം നീ ചുമന്നുവോ? मेरे पापों को तूने उठा लिया. മരിക്കുവോളം ഞാൻ നിന്നെ സ്നേഹിക്കും. हे प्रभु, मैं तुझे प्रेम करता ഞാൻ हूँ, അവസാനം വരെ നിന്നെ സ്നേഹിക്കും. मैं अपने मृत्यु तक तुम्हें प्रेम करूंगा. എല്ലാവരും കണ്ണുകളെ അടച്ചാൽ सब लोग अपनी आंखों को बंद करें. നമുക്ക് ഗോൽഗോത്തായിൽ യേശുവിനോടൊപ്പം പോകാം. अब हम सब लोग यीशु मसीह के साथ साथ ആ चलेंगे. അന്തിമ അത്താഴത്തിൽ യേശുവിന്റെ അടുക്കൽ ചെന്നാട്ട് उस आखिरी बोझ में हम प्रभु यीशु मसीह के साथ അവിടെ നിന്ന് चलेंगे. നമുക്ക് യേശുവിനോടുകൂടെ ഗെത്സമനിയിലേക്ക് പോകാം. उसके बाद हम यीशु मसीह के साथ उस गत्समनी में അവിടെ जाएंगे. കരയുന്ന യേശുവിനെ കണ്ടില്ലേ? हमारे रोने वाले यीशु मसीह को आपने देख लिया है. യേശുവിനോടുകൂടെ പീലാത്തോസിന്റെ അരമനയിൽ പോകാം. यीशु मसीह के साथ उस पिलातोस के पास जाएंगे. അവിടെ യേശുവിനെ വിസ്തരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? वहाँ पे यीशु मसीह के बारे में किस प्रकार बोलते हैं आपने देख लिया है. യേശുവിനോടുകൂടെ നമുക്ക് കൽത്തളത്തിലേക്ക് പോകാം. यीशु मसीह के साथ हम उस कल्पलगा में जाएंगे. അവിടെ യേശുവിനെ ചമ്മട്ടി കടിക്കുന്നത് കണ്ടില്ലേ? वहाँ पे यीशु मसीह को कैसे कोड़े मारे आपने देख लिया है. യേശുവിനോടുകൂടെ ഗോൽഗോത്തായിലേക്ക് പോകാം. यीशु मसीह के साथ हम गोलगोता में जाएंगे. യേശുവിനെ എടുത്ത് ക്രൂശിലിടുന്നത് കണ്ടില്ലേ? यीशु मसीह को कैसे क्रूस पे चढ़ाया आपने देख लिया. അവന്റെ കൈകൾ ക്രൂശിലേക്ക് വലിച്ചു നീട്ടുന്നത് കണ്ടില്ലേ? के हाथों को क्रूस पे कैसे खींच के मार दिया आपने देखा है. ആണി അടിക്കുന്നത് കണ്ടില്ലേ? उसके हाथों में कैसे कीलों को ठोक रहे हैं आपने देखा है. താടി രോമം വലിച്ചു പറിക്കുന്നത് കണ്ടില്ലേ? के दाढ़ी के बालों को कैसे खींचा आपने देखा है. അവന്റെ മുഖത്ത് തുപ്പുന്നത് കണ്ടില്ലേ? उसके मुंह पे कैसे उन्होंने थूका आपने देखा है. തലയിൽ മുൾക്കിരീടം വയ്ക്കുന്നത് കണ്ടില്ലേ? उसके सिर पे कैसे कांटों का ताज पहनाया आपने देखा. കാലുകൾ ചേർത്ത് വെച്ച് ആണി അടിക്കുന്നു. देखिए उसके पांवों को एक साथ रख के कील ठोक रहे അവനെ हैं. ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂക്കുന്നു. आकाश और भूमि के बीच में उसको लटका रहे അവൻ हैं. പിതാവിനെ നോക്കി അലറുന്നു. वो पिता की ओर देख के पुकार रहा है. യലോഗി हे प्रभु, യലോഗി एलोहिम ലമ്മ ശബത്താനി. लम्मा शबक्तानी. ആ അലർന്ന ശബ്ദം എത്ര പേര് കേൾക്കുന്നു? वो चिल्लाने की आवाज कितने लोग सुन रहे നിങ്ങൾ हैं. ആ ക്രൂശിനോട് അടുത്ത് ചെന്നാട്ട് आप उस क्रूस के निकट जाएं. ശ്രദ്ധിച്ചു നോക്കുവേ. आप ध्यान से सुने. ആരാണ് യേശുവിന്റെ മുഖത്ത് തുപ്പുന്നത്? यीशु मसीह का तो कौन, ആരാണ് യേശുവിന്റെ മുഖത്ത് തുപ്പുന്നത്? यीशु मसीह के मुंह पे कौन थूकता है. ആരാണ് യേശുവിന്റെ കയ്യിൽ ആണി അടിക്കുന്നത്? यीशु मसीह के हाथों में कौन कील ठोक रहा है. ആരാണ് യേശുവിന്റെ തലയിൽ മുൾക്കിരീടം വെച്ച് അടിക്കുന്നത്? यीशु मसीह के सिर पे किसने कांटों का मुकुट पहनाया है. അന്ന് റോമാക്കാർ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതല്ലേ? उन दिनों में रोमियों ने अपने समझ न होने के कारण किया. എന്നാൽ ഇന്ന് ഞാനും നിങ്ങളുമല്ലേ ചെയ്യുന്നത്? लेकिन इन दिनों में क्या हम और आप उसको नहीं करते. യശയ്യാവെന്ന് പറയുന്നു, यशायाह क्या कहता है. നമ്മുടെ അതിക്രമ നിമിത്തമാണ് അവൻ മുറിവേറ്റത്. हमारे अधर्मों के कारण ही उसको छोड़ दिया നമ്മുടെ गया. അതിക്രമത്താൽ മുറിവേറ്റ്. हमारे अधर्मों के कारण ही उसको घायल ഈ किया गया. രാത്രിയിൽ യേശുവിന്റെ ക്രൂശിനെ നോക്കുവേ. प्रिय लोगों, यीशु मसीह के क्रूस की ओर देखो. ആരാണ് യേശുവിന്റെ ക്രൂശിലാണി അടിച്ചത്? किसने यीशु को क्रूस पे कील ठोका. ഞാനും നിങ്ങളും അല്ലേ? हमने और आपने नहीं. ഇന്ന് രാത്രി നമുക്ക് തീരുമാനിക്കാം. इस रात के समय में हम निर्णय ले. സോറി കർത്താവേ, हे प्रभु माफ करिए, ഞാനാണത് ചെയ്തത്. मैंने ही वो किया.
ഞാനാണ് അങ്ങയുടെ മുഖത്ത് തുപ്പിയത്. हे प्रभु मैंने ही आपके मुंह के ऊपर, ഞാനാണ് അങ്ങയുടെ മുതുകിൽ അടിച്ചത്. हे प्रभु मैंने ही आपके, ഞാനാണ് അങ്ങയുടെ തലയിൽ മുൾക്കിരീടം വെച്ചത്. मैंने ही आपके सिर पे कांटों को साथ बनाया. എന്നോട് ക്ഷമിക്കണം. हे प्रभु मुझे क्षमा कर दे, क्षमा कर दे. ഇല്ല, ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല. नहीं मैं दोबारा इस प्रकार नहीं करूंगा. എന്നോട് ഒരിക്കൽ കൂടെ ക്ഷമിക്കണം. एक बार फिर से मुझे क्षमा कर दे प्रभु. ക്രൂശിലേക്ക് പോകാം. हम उस क्रूस की ओर അവിടെ जाएं. നിന്റെ എല്ലാ വേദനയും യേശു വന്നു. वहाँ पे आपके सारे दर्द को उसने अपने पर उठा ഞാൻ ഈ लिया. ക്രൂശിനെ കുറിച്ച് പ്രസംഗിക്കാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ मैं इस क्रूस के बारे में बोलने के लिए सोच रहा था. ഇവിടെ ഒരു പ്രിയപ്പെട്ട സിസ്റ്റർ പ്രവചിച്ചുകൊണ്ടേയിരുന്നു. एक सिस्टर ने यहाँ पे भविष्यवाणी किया. അവർ ക്രൂശിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. उन्होंने क्रूस के बाहर लगातार बोलते रहे. അവർ ഒരു വലിയ സത്യം വിളിച്ചു പറഞ്ഞു. उन्होंने एक बड़ी सच्चाई को बोला. ക്രൂശിൽ സാത്താൻ കീഴടങ്ങി. क्रूस के ऊपर शैतान को उसने कुचल दिया. ക്രൂശിൽ സാത്താൻ കീഴടങ്ങി. क्रूस के ऊपर शैतान को उसने कुचल दिया. ക്രൂശിന്റെ ചോട്ടിൽ നോക്കുവേ. आप उस क्रूस के नीचे आ जाइए. പടയാളികൾ ആണിയടിച്ചത് കണ്ടില്ലേ? देखिए कैसे सैनिकों ने कील ठोका. ആണികളുടെ കീഴെ തുറിച്ചു നോക്കുവേ. उस कीलों के नीचे आप देखिए സാത്താന്റെ തല ചിതറിക്കിടക്കുന്നു. शैतान का सिर कैसे फट गया है. അവന്റെ ആയുധങ്ങളെല്ലാം ക്രൂശിന്റെ ചുവട്ടിൽ ചിതറിക്കിടക്കുന്നു. उसकी सारी योजनाएं उस क्रूस के नीचे भीतर हो गई. അവൻ ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്നു. उसकी सारी योजनाएं वहाँ पे समाप्त हो गई. ആ ക്രൂശിനെ കണ്ടവർ വലതു കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ട്. उस क्रूस को देखते हुए लोग अपने दाहिने हाथ को उठा रहे. ദയവായി നിങ്ങളുടെ മനസ്സലയാൻ ഇടം കൊടുക്കരുത്. आप अपने हृदय को पिघलने दें. ആ ക്രൂശിനെ കണ്ടവർ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ട്. उस क्रूस को देखते हुए लोगों को अपने हाथों को उठा रहे. യേശുവിന്റെ കയ്യിലെ ആണികൾ അടിച്ചത് കണ്ടോ? देखिए उसको उस हाथों में कैसे कील ठोका गया. കയ്യിലെ മുൾക്കിരീടം കണ്ടോ? उसके माथे में कैसे वो कांटों का मुकुट അവന്റെ पहना गया. വലതുപുറം കുത്തിത്തുളയ്ക്കുന്നത് കണ്ടോ? उसके हाथों को कैसे कील से फाड़ दिया गया. അവന്റെ മുതുകുഴവ് ചാലുവാലെ കീറിയത് കണ്ടോ? पीठ को कैसे फाड़ दिया गया. അവൻ അലറി വിളിച്ചത് കേട്ടോ? वो चिल्ला के वो पुकारता है. ക്രൂശിന്റെ ചുവട്ടിലേക്ക് നോക്കുവീ. क्रूस के नीचे आप देखिए സാജിന്റെ തല തകർന്നുവോ? शैतान का सिर खत्म हो गया. സാജിന്റെ തല തകർന്നുവോ? शैतान का सिर कुचल दिया. ആയുധങ്ങളെല്ലാം വെച്ച് അവൻ കീഴടങ്ങി. और उस शैतान के सारे काम उसके नीचे ഈ कुचल दिया രാത്രി गया. നമുക്ക് ഏറ്റു പറയാം. इस रात के समय में हम अंगीकार करें. സാത്താൻ തോറ്റുപോയി. शैतान हार गया. സാത്താൻ തോറ്റുപോയി. शैतान हार गया. എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞാൽ सब लोग इकरार करें. നിങ്ങളുടെ മനസ്സ് അലിഞ്ഞുകൊണ്ട് പറയരുത്. तुम्हारा मन व्याकुल होने के लिए नहीं बोला. യേശുവിന്റെ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് പറയണം. आप क्रूस की ओर ध्यान करने के लिए बोला है. സാത്താൻ തോറ്റുപോയി. शैतान हार गया. എന്റെ പാപത്തിന് പരിഹാരം വന്നു. मेरे पाप के लिए परिहारम है. ശാപത്തിന് പരിഹാരം വന്നു. मेरे शाप के लिए परिहारम है. രോഗത്തിന് പരിഹാരം വന്നു. मेरे रोग के लिए परिहारम है. പകരം യേശു ക്രൂശിക്കപ്പെട്ടു. एक बार यीशु मसीह क्रूस पे चढ़ा दिया ആ गया. രക്തം നമ്മുടെ പന്തലിന്റെ നടുവിൽ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു. और उसका लहू देखिए पंडाल के ऊपर बह रहा ആ രക്തം है. പലരെയും തൊട്ടുകൊണ്ടിരിക്കുന്നു. वो लहू कईयों को यहाँ पे छू रहा है. ആഭിചാര ശക്തിയും വിട്ടുപോകട്ടെ. सारे विचारों को आप छोड़ दे. എല്ലാ രോഗശക്തിയും വിട്ടുപോകട്ടെ. सारे रोग की ताकत छोड़ दे. എല്ലാ അന്ധകാര ശക്തിയും വിട്ടുപോകട്ടെ. अंधकार की शक्तियां दूर होने दे. യേശുവിന്റെ നാമത്തിൽ സാത്താനെ ശാസിക്കുവേ. तो यीशु मसीह के पांव के पास आके शैतान को नाश करो. ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് उस क्रूस पे ध्यान करते हुए നിങ്ങൾ തിരിഞ്ഞു നിന്ന് आप लौट के देख के നിങ്ങൾ സാത്താനെ ശാസിച്ചാൽ, आप शैतान को शासना करें. ശാപത്തെ ശാസിച്ചാൽ, उस शाप को आप अधिकार से രോഗത്തെ ശാസിച്ചാൽ, उस रोग को अधिकार के साथ बोले. ആഭിചാര ശക്തിയെ ശാസിച്ചാൽ, सारे बुरे सोच विचारों को നമുക്കൊന്നിച്ച സാത്താനെ ശാസിക്കാം. और बंधन किए हुए शैतान को शासन करें. എല്ലാവരും വലതുകരം ഉയർത്തിപ്പിടിച്ചാൽ, और सब लोग अपने दाहिने हाथ को उठाए. യേശുവിന്റെ ക്രൂശിനെ ധ്യാനിച്ചാൽ, यीशु मसीह के क्रूस की ओर ध्यान करें. തല തകർന്നു കിടക്കുന്ന സാത്താനെ കണ്ടവർ യേശുവിന്റെ നാമത്തിൽ രോഗത്തെ ശാസിച്ചാൽ, शैतान का सिर देखिए कुचला हुआ जितने लोगों ने देखा वो लोग दिलोरी के साथ उसको शैतान को बोले. പ്രിയ ദൈവവൈതലേ, प्रिय परमेश्वर के लोगों, കരങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുവാൻ तुम्हारे हाथों को पवित्र करने के लिए യേശുവിന്റെ കരങ്ങളിൽ ആണികൾ ഏൽക്കുന്നു. यीशु मसीह का हाथ तुम्हारे ओर आ रहा है. നിന്റെ കാലുകൾ നീതിയിൽ വരുവാൻ तुम्हारे हाथ नीति के ओर आने ഇതാ के लिए യേശുവിന്റെ കാലുകളിൽ ആണികൾ ഏൽക്കുന്നു. देखो उसके हाथों में कील लगाया जा रहा है. നിന്റെ മുഖത്തെ പിതാവ് ആദരിക്കുവാൻ तुम्हारे मुंह को पिता आदर करने के ഇതാ लिए യേശുവിന്റെ മുഖത്ത് അവർ തുപ്പുന്നു. देखो वो उसके मुंह के ऊपर थूकते हैं. നിനക്ക് സൗഖ്യം തരുവാൻ तुम्हें चंगाई देने के लिए യേശുവിന്റെ മുതുകുഴവിച്ചാൽ പോലെ കീറുന്നു. यीशु मसीह का पूरा शरीर फाड़ दिया गया.
സമാധാനം തരുവാൻ, तुम्हें शांति देने के लिए ഒരു പടയാളി വിലാപ്പുറത്ത് കുത്തുന്നു. एक सैनिक एक भाला लेके उसके शरीर में भोगता है। യേശു എന്ന് പറയുന്നു, यीशु मसीह क्या कह रहा है? എല്ലാം നിവർത്തിയായി, सब कुछ पूरा हुआ, എല്ലാം നിവർത്തിയായി, सब कुछ पूरा हुआ, എല്ലാം നിവർത്തിയായി. सब कुछ पूरा हुआ। ഈ രാത്രി നമുക്ക് സാത്താനെ ശാസിക്കാം. इस रात के समय में हम शैतान को डांटेंगे, ആ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട്. उस क्रूस की ओर ध्यान करते हुए। നിന്റെ വേദന എന്താണ്? तुम्हारा दर्द क्या है? നീ രോഗിയാണോ? क्या तू रोगी है? താപശക്തിക്ക് അടിമയാണോ? क्या तू साथ में दबा हुआ है? വിചാരത്തിന് अടിമയാണോ? तू क्यों बुरे विचार सोचने में? ഭയത്തിന് അടിമയാണോ? क्या तू बुरी बातों में सोच विचारों में? നിരാശയ്ക്ക് അടിമയാണോ? क्या तू निराशा में दास है? യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ട്. यीशु मसीह के नाम से छुटकारा है। പരിശുദ്ധാത്മാവിന്റെ ഹൃദയങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ पवित्र आत्मा के हाथों में अपने आप को सौंप दे। സിസ്റ്റേഴ്സ് ഒരു പാട്ട് പാടും. अभी सिस्टर से गीत को गाएंगे। ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുക. परमेश्वर की हजूरी हमारे बीच में चल फिर रहा है। സിയോനിൽ നിന്നൊരു അഭിഷേകം നിന്റെ മേൽ വരും. सियोन से एक अभिषेक तुम्हारे ऊपर आने जा रहा है। അഭിഷേകം നിന്റെ അനുഗ്രഹമായിരിക്കും. वो अभिषेक तुम्हारे लिए एक अनुग्रह होगा। അഭിഷേകം നിന്റെ അനുഗ്രഹമത്രേ. वो अभिषेक तुम्हारे लिए एक अनुग्रह होगा। ആ അഭിഷേകം നിനക്ക് സൗഖ്യം തരും. वो अभिषेक तुम्हें चंगाई देगा। ആ അഭിഷേകം നിനക്ക് വിടുതൽ തരും. वो अभिषेक तुम्हें छुटकारा देगा। ആ അഭിഷേകം നിന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരും. वो अभिषेक तुम्हें संतृप्ति में लेके आएगा। പരിശുദ്ധാത്മാവിന്റെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. पवित्र आत्मा के हाथों में अपने आप को सौंप दे। ആത്മാവ് നമ്മുടെ ഹൃദയത്തെ ഉണർത്തട്ടെ. परमेश्वर हमको जिलाने दे। ആത്മാവ് നമ്മുടെ ഹൃദയത്തെ ഉണർത്തട്ടെ. आत्मा हमारे कृपा को जिलाने दे। സിയോനിൽ നിന്ന് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. सियोन से परमेश्वर आपको आशीष करने दे। സിയോനിൽ നിന്ന് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. सियोन से परमेश्वर आपको अनुग्रह करने दे। സിയോനിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. सियोन से परमेश्वर आपको आशीष करने दे। വചനങ്ങളാൽ ദൈവം നമ്മെ इन वचनों के द्वारा परमेश्वर हम सबको